we've got we've got Hanish sir as our speaker today. So Hanish sir is hello, Ah, hello. Am I yes. audible? Yeah, yes, go ahead, Dr. Anand. Okay. Hanish sir is working as an associate professor at the Christ University, Bangalore. He has been very active in the citizen science and biodiversity documentation and in platforms like iNaturalist and all. So his main interests are what I've been told is that he's mainly interested in butterflies. So we are very glad to have you here, sir. Welcome. Handing over to you. Okay. Okay. So, good afternoon. So, whether my screen is visible? Yes, sir. Yes, sir. 1 second. I cannot see my screen. Yes. Okay. So, good evening, everybody. So, നമ്മുടെ 2025 സിറ്റി നാച്ചർ ചലഞ്ച് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോക്കിലേക്ക് പോകുന്നത്. സോ ഈ സിറ്റീസ് ആൻഡ് ബട്ടർഫ്ലൈസ് മെയിൻലി വി ആർ into the documenting the butterflies in the cities. Okay, so that is the theme. Okay, so ഇവിടെ ഞാൻ കാര്യമായിട്ട് ഈ ഒരു ടോപ്പിക്ക് വൈ ദി സിറ്റീസ് ആൻഡ് ദി സിറ്റി നാച്ചർ ചലഞ്ച്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ജനറൽ ആയിട്ട് ബട്ടർഫ്ലൈസിനെ കുറിച്ച് കുറച്ച് അറിയാം. ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും എടുക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം മീൻ ആക്ച്വലി നമ്മൾ ലോകത്ത് ആകെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതായത് ഒരു ഗ്ലോബലി നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എസ്പെഷ്യലി ദി ഗ്ലോബൽ വാർമിംഗ്, ദി എമിഷൻ ലെവൽസ് ആർ അറ്റ് ദി പീക്ക് ലെവൽ, സ്റ്റിൽ ലോട്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എങ്ങനെ ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലുള്ള എമിഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഈ എമിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എമിഷൻസ്, കാർബൺ ഫുട് പ്രിന്റും കൂടി വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഓരോ സ്റ്റെപ്പിലും എങ്ങനെ യെസ് വോയിസ് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ട്. Okay. കുറച്ച് and also can you speak in both languages? I mean, ഇച്ചിരി കൂടെ English. Yeah, I think there are a couple of people who are from outside of Kerala. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പം നമ്മുടെ കുറച്ച് ഗ്ലോബലി ഒരുപാട് ചലഞ്ചസ് ഉള്ളൊരു ഫേസിലൂടെ പോകുന്നത്. അതായത് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനെതിരെയുള്ള ഫൈറ്റൊക്കെ കുറച്ചും കൂടെ പല രാജ്യത്തും പല ഗവൺമെൻറ്റുകളും അപ്പം പല ഫണ്ടിങ്ങുകളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നത്, പല ഈ ഗ്ലോബൽ വാർമിങ് എന്നുള്ള പാരീസ് പ്രോട്ടോക്കോളും എല്ലാം പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് കൂടുതൽ മീൻ ഡെവലപ്മെന്റ്, പക്ഷെ അതിന്റെ ഇമ്പാക്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കാണ് നമ്മളൊരു 2025 എത്തുമ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഒരു പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് എങ്ങനെ നമ്മുടെ മീൻ എൻവയോൺമെന്റിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റി നാച്ചർ ചലഞ്ചിനെ കാണുന്നത്. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകം മുഴുവൻ നമ്മൾ കൂടുതൽ അർബനൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കൂടുതൽ നഗരങ്ങൾ വരികയും കൂടുതൽ ആളുകൾ നഗരങ്ങളിലേക്ക് എത്തിപ്പെടുകയും, അപ്പം കൂടുതൽ ജനതയുടെ 50% ഇപ്പോൾ ഓൾറെഡി നഗരങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് സംരക്ഷിക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തേൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു
ടോപ്പിക്ക് ദി നാച്ചുറലിസ്റ്റിൽ വരാനുള്ള കാരണം തന്നെ. അപ്പം സിറ്റിയിലുള്ള ബയോഡൈവേഴ്സിറ്റി, ഒരു സിറ്റിയിലുള്ള ജൈവ വൈവിധ്യത്തിനെ റെക്കോർഡ് ചെയ്യുകയും അതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾ ഈ ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അതാണ് ഈ സിറ്റി നാച്ചർ ചലഞ്ചിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം നമ്മൾ ഇങ്ങനെ അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യും, എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമ്മൾ ഭാവിയിലേക്കുള്ള ഡാറ്റ, ഭാവിയിലേക്കുള്ള നമ്മുടെ റെക്കോർഡുകൾ എങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു ചലഞ്ചാണ് നമ്മളിപ്പം ഈ സിറ്റി നേച്ചർ ചലഞ്ചിലൂടെ വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ലോകം മുഴുവൻ കൂടുതൽ കൂടുതൽ നഗരങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ ലോക ജനതയുടെ 50% കൂടുതൽ, 58% ആളുകൾ നഗരങ്ങളിലാണ് താമസിക്കുന്നതെന്നാണ് ഡാറ്റ പറയുന്നത്. അപ്പം അത് ഈ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ വികസനത്തിനനുസരിച്ച് കൂടുതൽ വികസനമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആളുകൾ സിറ്റികളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് സിറ്റിയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ വർഷം കൂടുമ്പോഴും ഈ അതിൻ്റെ ശതമാനം കൂടി വരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത്. അപ്പം അതും മഹാനഗരങ്ങളിൽ, വളരെ വലിയ നഗരങ്ങളിലൊക്കെ ഉള്ള പോപ്പുലേഷൻ ഇനിയും കൂടുമെന്നാണ് പ്രഡിക്ഷൻ. നമുക്ക് ഇപ്പോൾ ആകെ ഡെവലപ്മെന്റ് കുറഞ്ഞുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ ആളുകൾ വില്ലേജുകളിലൊക്കെ താമസിക്കുന്നത്. അല്ലാത്തയിടങ്ങളിലൊക്കെ കൂടുതൽ നഗരങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ട ജീവിത സാഹചര്യം, മെച്ചപ്പെട്ട കൂലി, മെച്ചപ്പെട്ട വേതനം, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള കാരണം കൊണ്ടാണ് സിറ്റികളിലേക്ക് ആളുകൾ പോകുന്നത്. അപ്പം ഈ ലോകത്തുള്ള ജനസംഖ്യയിലെ മിക്കവാറും ആളുകൾ ഈ കുറച്ച് നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നഗരവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ വെച്ച് നമ്മൾ എങ്ങനെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ച് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ച് എങ്ങനെ പ്രകൃതിയെ അടുത്തറിയാനും എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാനും പറ്റും എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ചലഞ്ച് കൂടിയാണ് ആക്ച്വലി ഈ സിറ്റി നാച്ചുറൽ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് ഡാറ്റ ഉണ്ട്. നമുക്കിപ്പോൾ പിന്നെ ഇതിന് അവസാനത്തെ പോയിന്റ്, നമ്മുടെ ഇപ്പോൾ ലോകത്തുള്ള ഒരു 200ഓളം രാജ്യങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആളുകളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു 10-600 സിറ്റികളാണ് ലോകത്തുള്ള. ആ സിറ്റികളിലാണ് കൂടുതൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ കൂടുതൽ ഡെവലപ്മെന്റ് എല്ലാം വരുന്നത് ഈ ഒരു ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് ചലഞ്ചുകളുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കാലം കരുതിയിരുന്ന പല ആളുകളും നമ്മുടെ ഈ പ്രകൃതി സംരക്ഷണത്തിൽ നിന്നുള്ള അവർ പിൻവാങ്ങുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ ഈ പരിസ്ഥിതിയായിട്ട് ഈ സാഹചര്യത്തിനോട് കൂടുതൽ അറിവുള്ള ആളുകളെ കൂടുതൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൂടുതൽ അവയർനെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകൾ കൈചേർത്ത് ഒരു വലിയ ഒരു മൂവ്മെന്റ് ആക്കി ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് ഇറങ്ങുക എന്നുള്ളൊരു ചലഞ്ച് കൂടിയാണ് ഈ സിറ്റിസൺ സയൻസ് വഴി നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക, അവരിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതുവഴി കൂടുതൽ നമ്മൾ പരമാവധി ഡാറ്റ കളക്ട് ചെയ്യുക. ആ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഇത് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള പുതിയ പ്ലാനിങ്ങുകളോ പുതിയ പരിപാടികളോ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളോ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ഈ നമ്മൾ ഇപ്പൊ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു സിറ്റി നാച്ചുറൽ ചലഞ്ചിന്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് ഡാറ്റ മാത്രം അല്ലെങ്കിൽ കുറച്ച് റെക്കോർഡുകൾ മാത്രം റെക്കോർഡ് ചെയ്താൽ പോലും അത് ഭാവിയിൽ നമുക്ക് ഒരു നല്ല ഡാറ്റ പോയിന്റ് ആകുകയും ഭാവിയിൽ നമ്മുടെ എടുക്കുന്ന ഡിസിഷനെ അത് സപ്പോർട്ട് ചെയ്യാനും പറ്റും എന്നുള്ള ഒരു കരുതലുണ്ട് നമുക്ക്. അപ്പം ആ ഒരു സാഹചര്യമാണ് നമ്മൾ ഈ സിറ്റി നാച്ചുറൽ ചലഞ്ചിന് വേണ്ടി കൂടുതൽ നമ്മൾ പുഷ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ അർബൻ ബയോഡൈവേഴ്സിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ
ലോകത്ത് മൊത്തം നമുക്ക് മഹാനഗരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് നഗരങ്ങളാണ്. അപ്പോൾ നഗരങ്ങളിൽ കാര്യമായിട്ട് നമുക്ക് ഒരുപാട് ബിൽഡിങ്ങുകൾ, ഒരുപാട് റോഡുകൾ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രകൃതിക്ക് കിട്ടുന്ന സ്പേസ് വളരെ കുറവ്, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു സ്വാഭാവിക പ്രകൃതിക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പരിമിത സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഒരുപാട് പിന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വൈവിധ്യമാർന്നിട്ടുള്ള ജീവജാലങ്ങളെ നമുക്ക് ഈ സിറ്റികളിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വൈവിധ്യം നമ്മൾ സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇത് സിറ്റികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൊത്തം അതിൻ്റെ ഏരിയ വെച്ച്, അതിൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം വെച്ച് നമുക്ക് ചുരുങ്ങിയതാണെങ്കിലും അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ സിറ്റികൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുതുതായിട്ട് സിറ്റി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ പുതുതായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നമുക്ക് പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം, എന്തൊക്കെ നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള പരിസ്ഥിതി, അവിടെയുള്ള ബയോഡൈവേഴ്സിറ്റി എത്രത്തോളം നിലനിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകളൊക്കെ കൊണ്ടുവരാൻ ഈ സിറ്റി നാച്ചർ ചലഞ്ച് വഴി നമുക്ക് കളക്ട് ചെയ്യുന്ന ഡാറ്റയ്ക്ക് സാധിക്കുക എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഇങ്ങനെയുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ അർബൻ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി കൂടുതൽ നോക്കുന്നത്. അപ്പം നമ്മൾ ഒരു മൊത്തത്തിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി, ഈ അർബൻ ഒരു സിറ്റിക്കകത്തുള്ള ബയോഡൈവേഴ്സിറ്റിയും ഒരു പ്രധാന ഇൻഡിക്കേറ്ററാണ്. പിന്നെ അത് നമ്മളെ ഇപ്പോൾ ശലഭങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവർക്ക് വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രം വളരെ ചെറിയ ഏരിയയിൽ മാത്രം ജീവിക്കുന്ന ജീവികളാണ് ഈ ശലഭങ്ങളെല്ലാം. അപ്പോൾ അവർക്ക് അതിനിടയിൽ കിട്ടുന്ന ചെറിയ തുരുത്തുകളോ, അല്ലെങ്കിൽ സിറ്റികൾക്കിടയിൽ കിട്ടുന്ന ചെറിയ തുരുത്തുകളോ, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കോറിഡോറുകളോ അല്ലെങ്കിൽ വഴിത്താരകളോ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ബയോഡൈവേഴ്സിറ്റിക്ക് മൊത്തത്തിൽ ഒരു ഉണർവുണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയെ കൂടിയാണ് ഈ ബയോഡൈവേഴ്സിറ്റി, അർബൻ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതേപോലെ ഇപ്പം നമുക്ക് മൊത്തത്തിൽ നമുക്കറിയാം, ഒരു സിറ്റികളിലോ അല്ലെങ്കിൽ ഒരു ടൗൺ പ്ലാനിങ്ങുകളിലൊക്കെ നമ്മൾ കൂടുതൽ ഗാർഡനുകൾ, കൂടുതൽ ചെടികൾ, മരങ്ങളൊക്കെ, അപ്പം കൂടുതലും നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ എയർ ക്വാളിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ലഭ്യത കൂട്ടാൻ, അല്ലെങ്കിൽ തണലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ പച്ചപ്പ്, കണ്ണിന് കൂടുതൽ പച്ചപ്പുള്ളതാണ്. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ കാര്യമായിട്ട് ഊന്നൽ നൽകുന്നത്. അല്ലാതെ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഈ മരങ്ങളും ചെടികളും അല്ലെങ്കിൽ തോട്ടങ്ങളൊന്നും സംരക്ഷിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള മരങ്ങൾ വരുന്ന ഒരുപാട് സഹായങ്ങൾ ആകുന്നുണ്ട്. ഒന്ന്, സിറ്റിയിലെ ടെമ്പറേച്ചർ കുറയ്ക്കാനും, അതായത് മൊത്തത്തിലുള്ള ചൂടിൽ നിന്ന് ഒരു കുറവ് വരുത്താനോ, അതേപോലെ പെട്ടെന്നുള്ള ഈ എക്സ്ട്രീം ഇവൻറ്റ്സ്, കനത്ത കാറ്റോ അല്ലെങ്കിൽ കനത്ത മഴ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തടഞ്ഞു നിർത്താനൊക്കെ ഇത്തരം മരങ്ങളും പ്രകൃതിയും എല്ലാം സംരക്ഷിക്കും. അതേപോലെ ഈ കായലുകളുള്ള സ്ഥലങ്ങളിൽ, ലേക്കുകളുള്ള സ്ഥലങ്ങളിൽ ലേക്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ മണ്ണൊലിപ്പ് തടയാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ രീതിയിൽ സംരക്ഷിക്കുന്ന ബയോഡൈവേഴ്സിറ്റി സിറ്റി മേഖലകൾ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേപ്പറുകളും റിസർച്ചുകളും എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഈ സിറ്റികളിൽ സംരക്ഷിക്കുന്ന ബയോഡൈവേഴ്സിറ്റി കാരണം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സിറ്റി ലൈഫിന് തന്നെ ഒരു സപ്പോർട്ട് കിട്ടുന്നു. അതായത് ഈ ഒരുപാട് പൂന്തോട്ടങ്ങൾ, ഒരുപാട് മീറ്റിംഗ് പ്ലേസുകൾ, അപ്പോൾ ഒരു സസ്റ്റൈനബിൾ ഒരു അർബൻ ഫുഡ് സിസ്റ്റം, അതായത് നമ്മുടെ ഈ ഭക്ഷ്യശൃംഖല, ആ ഒരു ഫുഡ് സിസ്റ്റത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഈ സിറ്റി നമുക്ക് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ
ബയോഡൈവേഴ്സിറ്റി ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുപോലെ ചൂട് കുറയ്ക്കാൻ, സിറ്റിയിൽ ചൂട് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ലൈഫിനൊപ്പം നമുക്ക് സിറ്റികളിൽ നമ്മൾ കാര്യമായിട്ട് വാക്ക് വേയിൽ അല്ലെങ്കിൽ നടപ്പാതകൾക്ക് സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ചെടികൾ വെച്ച് പിടിപ്പിക്കുക, തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് അതായത് നമുക്ക് കൂടുതൽ ഒരു മീൻസ് ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടുക, അല്ലെങ്കിൽ മനുഷ്യന് കൂടുതൽ കൂടുതൽ സന്തോഷം, ഉന്മേഷം നൽകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാനാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്തത്. അതേപോലെ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് മൊത്തത്തിലുള്ള സിറ്റികളിലുള്ള എക്കണോമിക് ഡെവലപ്മെന്റ്, ഇപ്പോൾ കൂടുതൽ പച്ചപ്പുള്ള സിറ്റികളിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും, കൂടുതൽ ആളുകൾ വരും, കൂടുതൽ ബിസിനസ് വരും, അങ്ങനെ ഒരു നേട്ടം കൂടിയുണ്ട്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റിനും ഇത്തരം അർബൻ ഡിസൈൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ സിറ്റി നാച്ചർ ചലഞ്ചിലേക്ക് പോകുന്നത്. അപ്പം ഈ സിറ്റി നാച്ചർ ചലഞ്ചിന്റെ 10th ഇയർ ആണെന്നാവും ഇപ്പോൾ. അപ്പോൾ ഈ വർഷം ഏപ്രിൽ 25 മുതൽ 28 വരെ 4 ദിവസമാണ് നമ്മൾ ഈ ചലഞ്ച് നടത്തുന്നത്. അപ്പോൾ ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഇവന്റ് ആണ്. നമ്മൾ 4 ദിവസം എന്ന് പറയുന്നത് അതൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഇത്തരം പരിപാടികൾ നടത്താനും കൂടുതൽ ആളുകളിൽ എത്തിക്കാനും കൂടുതൽ ചർച്ചകൾ നടത്താനും, അപ്പോൾ ഇതിൻ്റെ ഇതുമൂലം നമുക്ക് ഉണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകളെ അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു മാർഗം കൂടിയാണ് ഒരു നമ്മളൊരു 4 ദിവസത്തെ ഒരു വിൻഡോയിൽ ഈ പരിപാടി നടത്തുന്നു. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി ഇത് 2016 2 സിറ്റികൾ തമ്മിൽ, അതായത് സാൻ ഫ്രാൻസിസ്കോയും ലോസ് ആഞ്ചൽസും US-ലെ 2 സിറ്റികൾ തമ്മിൽ ഉള്ള ഒരു ഫ്രണ്ട്ലി ചലഞ്ചായിട്ട്, അതായത് ഒരു സൗഹൃദ മത്സരമായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ അത് കഴിഞ്ഞൊരു 10 വർഷം ആകുമ്പോഴേക്കും നമ്മൾ ഇപ്പം 2024 തന്നെ 700ഓളം സിറ്റികൾ ഇതിൽ പങ്കെടുത്തു. അതായത് ഒരു 83,500 ആളുകളോളം ആണ് 2024 ഈ ഒരു ചലഞ്ചിൽ പങ്കെടുത്തത്. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായിട്ട് 700ഓളം സിറ്റികളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുകയും നമുക്കൊരു 25 ലക്ഷത്തോളം ഡാറ്റ, അതായത് 25 ലക്ഷത്തോളം ഒബ്സർവേഷൻസ് നമ്മൾ iNaturalistൽ ഈ ഒരു കാലഘട്ടത്തിനകത്ത് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞ വർഷത്തെ 4 ദിവസത്തിനുള്ളിൽ ഒരു 2.4 മില്യൺ ഒബ്സർവേഷൻസ് ആണ് iNaturalistൽ കൂടിയത്. അപ്പം ഇത് നോക്കുമ്പോൾ നമ്മൾ ഇമ്പാക്റ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വളരെ കുറച്ച് ഒരു 4 ദിവസം കൊണ്ട് വളരെ ചുരുങ്ങിയ എണ്ണം ഒബ്സർവേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും അത് ലോകത്തിൽ മൊത്തം ആളുകൾ കൈ കോർക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ സയൻസ് ആയിട്ട് ഒരു വലിയ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരുപാട് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഡാറ്റയ്ക്കൊക്കെ നമുക്ക് കൂടുതൽ വില വരുന്ന കാലമാണ്. അതായത് നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഒരു തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന ഒരു പുഴുവിൻ്റെ അല്ലെങ്കിൽ ഒരു ശലഭത്തിൻ്റെ ചിത്രം, അത് നമ്മൾ ഡേറ്റും സമയവും അല്ലെങ്കിൽ സ്ഥലവും എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു റെക്കോർഡായിട്ട് നമ്മൾ iNaturalistൽ ആഡ് ചെയ്യും. അവിടുന്ന് അത് എക്സ്പേർട്സ് ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ ഒരു റിസർച്ച് ഗ്രേഡ് ഒബ്സർവേഷൻ ആക്കി മാറി കഴിഞ്ഞാൽ അത് സയൻസിന് നമ്മൾ കൈമാറുകയാണ് ഈ ഡാറ്റ വെച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും. ഈ ഡാറ്റ വെച്ച് നമുക്ക് കൂടുതൽ ഇൻസൈറ്റ്സ്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കൂടുതൽ വിവരങ്ങൾ അതിനകത്തുനിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ഓരോ ഒബ്സർവേഷൻസും നമ്മൾ iNaturalistൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെച്ചം. നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു 10 വർഷമായിട്ട് നമ്മൾ 2016 നമ്മുടെ ആദ്യത്തെ സിറ്റി നാച്ചർ ചലഞ്ച് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് 2 സിറ്റികൾ മാത്രമായിരുന്നു. പക്ഷേ ഇത്രയും കഴിഞ്ഞ ഒരു 10ാമത്തെ വർഷം, കഴിഞ്ഞ 9 വർഷം കൊണ്ട് നമുക്ക് 7.13 മില്യൺ, ഒരു 71 ലക്ഷത്തോളം ഡാറ്റ നമ്മുടെ iNaturalistൽ വന്നു. അത്രയും ഒബ്സർവേഷൻസ്, അത്രയും ആളുകൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയുടെ പല ഒബ്സർവേഷൻസും ഈ iNaturalistൽ ആഡ് ചെയ്യുന്നു. അതിൽ തന്നെ ഒരു 94,000 സ്പീഷീസ്, അത്രയും
സ്പീഷീസ്. അപ്പോൾ ഇതൊരു ചെറിയ ഗെയിം അല്ല. നമ്മൾ ലോകത്തുള്ള ആളുകൾ പല ആളുകൾ പലയിടത്തു നിന്നും നമ്മൾ അറിയാതെ തന്നെ കൈകോർക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ ഈ ഒരു ഇത്രയും മില്യൺ ഡാറ്റയിൽ വെച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും. നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് എങ്ങനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റിയിൽ, ഈ ജൈവ വൈവിധ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഓരോ സ്പീഷീസും ഇതിനനുസരിച്ച് മാറുന്നത്, സിറ്റികളിൽ അങ്ങനെ ആണ്, അല്ലെങ്കിൽ സിറ്റികൾ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ വർഷവും ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ നമ്മളറിയാതെ തന്നെ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഡാറ്റാ പോയിന്റും വഴിയും അവർക്ക് നമുക്ക് തന്നെ പുതിയ പുതിയ വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അതാണ് ഈ സിറ്റി നേച്ചർ ചലഞ്ച് ഇപ്പോൾ കഴിഞ്ഞ ഒരു 9-10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്. അപ്പം ഒരു നമ്മൾ ചെറിയ ചെറിയ നമ്പർ ആണെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു 4 ദിവസം കൊണ്ട് ഒരു 5, 10 അല്ലെങ്കിൽ 100, 200 റെക്കോർഡ് കൊടുക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചെറിയ നമ്പറാണ്. പക്ഷേ ലോകം മുഴുവനുള്ള ഒരുപാട് സിറ്റി സയന്റിസ്റ്റുകൾ ഇങ്ങനെ കൈകോർത്ത് ലോകം മുഴുവനുള്ള ഒരുപാട് സിറ്റികളിൽ നിന്ന് ഇത്രയും വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. ഒരുപാട് പുതിയ പുതിയ ഇൻസൈറ്റുകളിലേക്ക് നമുക്ക് പോകുന്നു. ഒരുപാട് മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിനെ ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പം ഇനി ഭാവിയിൽ എന്തെങ്കിലും സ്പീഷീസുകൾക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഭീഷണി നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക സംരക്ഷണത്തിനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാം നോക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താം. അതുപോലെ സിറ്റി ഡിസൈൻ, എങ്ങനെ അർബൻ ഡിസൈൻ, അർബൻ പ്ലാനിങ്, അതിനകത്ത് നമ്മൾ കൂടുതൽ ഗ്രീൻ സ്പേസ് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ കൂടുതൽ വിവിധ തരം പുതിയ വൈവിധ്യമാർന്ന പുതിയ ചെടികളെ അല്ലെങ്കിൽ പുതിയ ജീവികളെ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് മോഡിഫിക്കേഷൻ വരുത്തുക, എങ്ങനെ ചെയ്യണം എന്നെല്ലാം കൃത്യമായിട്ടുള്ള നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ കിട്ടും. അതുപോലെ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ ഈ എൻവയോൺമെന്റൽ കുറച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. പല ഇന്റർനാഷണൽ പ്രൊജക്ട്സുകളും പലതും നിർത്തിവെക്കുന്ന, പല രാജ്യങ്ങളും അവരുടെ കമ്മിറ്റ്മെന്റ് നിന്ന് പുറകോട്ട് പോകുന്നൊക്കെ ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് എങ്ങനെ ഇതിനെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരിക, അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ മെച്ചപ്പെട്ട സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു സൂചകം കൂടിയാണ് ഈ സിറ്റി നേച്ചർ ചലഞ്ച്. അപ്പോൾ നമ്മൾ എന്താണ് വർഷത്തെ ഇന്ത്യയിലെ ഡാറ്റ 2024. അപ്പം ഇത് നമ്മൾ ഇപ്പം മിക്കവാറും എല്ലാവരും ഐനാച്ചുറലിസ്റ്റ് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് തന്നെ എളുപ്പത്തിൽ ഡാറ്റ എന്തെങ്കിലും വിവരങ്ങൾ എളുപ്പത്തിൽ തന്നെ ശേഖരിക്കാൻ പറ്റും. ഇത് 2024 ഇന്ത്യയിലെ ഡാറ്റയാണ്. നമുക്ക് 130,000-ഓളം ഒബ്സർവേഷൻസ് ഈ മാപ്പ് നോക്കിയാൽ അറിയാം. മിക്കവാറും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിൽ നിന്നും നമുക്ക് റെക്കോർഡ് വന്നിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യ വളരെ കൂടി ആക്റ്റീവാണ് നമ്മുടെ നാച്ചുറലിസ്റ്റിൽ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവിടേക്ക് എഫർട്ട് കാരണം നമുക്ക് ഒരുപാട് ഡാറ്റ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സിറ്റികളിൽ നിന്നുള്ള ഡാറ്റ വന്നു. 1,00,000 ഇത് 4 ദിവസം കൊണ്ട് വന്നിട്ടുള്ളതാണ്. 2024 4 ദിവസം കൊണ്ട് 1,30,000 ഡാറ്റ പോയിന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരു നമുക്ക് 6,964 സ്പീഷീസ് ആണ് അത്. ഇപ്പോൾ സ്പീഷീസിൽ ചെറിയ കൗണ്ടിൽ ചെറിയ വ്യത്യാസം. ഒരു നമുക്ക് ഒരു അറൗണ്ട് 4,000 ഒബ്സർവേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് കേരളത്തിന്റെ ഡാറ്റയാണ്. കേരളം നമ്മുടെ ഐനാച്ചുറലിസ്റ്റിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആക്റ്റീവ് മെമ്പേഴ്സ് ഉള്ള ഒരു റീജിയൻ ആണ് കേരളത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം മാത്രം ഒരു 12,500-ഓളം റെക്കോർഡ് ഉണ്ടായി. അതിനകത്ത് 1,700+ സ്പീഷീസും നമുക്ക് ഒരു ഒബ്സർവേഴ്സ് ആക്ച്വലി കുറവാണ്. ഇതൊരു 4 ദിവസത്തെ റെക്കോർഡാണ്. അപ്പം
വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ് ആ 4 ദിവസം കൃത്യമായിട്ട് ഇടുന്നത്. പക്ഷേ അതുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഒബ്സർവേഴ്സ് ഉണ്ട് കേരളത്തിൽ നിന്ന്. ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ iNaturalist ആപ്പ് എല്ലാം വളരെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആണ്. ഇപ്പം കൂടുതൽ AI എല്ലാം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഈ വർഷം നമ്മൾ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നു, കൂടുതൽ വലിയ നമ്പറുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ ചെറിയ ചെറിയ ഈ സിറ്റികളിൽ വെച്ച് ചെറിയ ചെറിയ ആളുകൾ വെച്ച് നമ്മൾ ലോകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ 10 വർഷം കൊണ്ട് ഒരു 21 മില്യൺ ആണ്. അപ്പോൾ ഒരു വരുന്ന 2 വർഷം കൊണ്ട് നമുക്ക് ആ നമ്പറിനെ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ സിറ്റിയിലെ ഡാറ്റയാണ്, ബാംഗ്ലൂർ സിറ്റിയിലെ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മൾ സിറ്റികളിലെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിറ്റികൾ സാധാരണ നമ്മുടെ വിസ്തീർണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏരിയയെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വളരെ കൂടുതൽ ഏരിയ ഇല്ല, കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ഡെൻസായിട്ട് കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, കൂടുതൽ ബിൽഡിങ്ങുകൾ, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരെ ചുരുങ്ങിയ ഏരിയയിൽ വരുന്നു എന്നുള്ളതാണ് ഈ വലിയ സിറ്റികളുടെ ഒരു പ്രശ്നം. പക്ഷെ ഈ ഒരു മാപ്പിൽ നിന്ന് നിങ്ങൾക്കറിയാം, ഇതൊരു ബാംഗ്ലൂർ സിറ്റിയുടെ ഒരു എടുത്തിട്ടുള്ള ഡാറ്റയാണ്. നമുക്ക് ഒരു 1.9 ലാഖ്, ഒരു 2 ലക്ഷത്തിനടുത്തോളം ഡാറ്റ നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് മാത്രമുണ്ട്. അത് ഇത് സിറ്റി നാച്ചർ ചലഞ്ച് അല്ല, ഇത് മൊത്തത്തിലുള്ള ഡാറ്റയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സിറ്റിക്കകത്ത് ഇത്രയും കൂടുതൽ, അതായത് മൊത്തം സ്പീഷീസ് ഒരു 6300ഓളം സ്പീഷീസുകൾ ഒരു ബാംഗ്ലൂർ സിറ്റിക്ക് അകത്തു നിന്ന് മാത്രം നമ്മുടെ കൂടെയുള്ള എല്ലാ ഒബ്സർവേഴ്സും കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് നമുക്കുള്ളത്. അപ്പം ഈ ഒരു ചെറിയ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്കവാറും സ്പീഷീസുകളെല്ലാം അടുത്ത പ്രദേശത്തിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഓപ്പൺ സ്പേസുകളോ അല്ലെങ്കിൽ ഗ്രീൻ കോറിഡോറോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഗ്രാസ് ലാൻഡ്സോ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയാസോ കൂടുതൽ ഗ്രീൻ സ്പേസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സ്പീഷീസുകൾ ഈ സിറ്റികളിലേക്ക് വരും. അപ്പം ഈ നമ്മുടെ ഡാറ്റയ്ക്ക് അങ്ങനെയുള്ള പുതിയ ഡിസിഷൻസ് എടുക്കാനുള്ള സഹായകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ്. ഇപ്പം ഇതിനകത്ത് കാണുന്ന ഒരു 6300 സ്പീഷീസിൽ ഏതൊക്കെ സ്പീഷീസ് ആണെന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പം ഏതൊക്കെ സ്പീഷീസ് ആണ് കാര്യമായിട്ടുള്ളത്, ഏതെങ്കിലും പെർട്ടിക്കുലർ സ്പീഷീസിന് വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. കൂടുതൽ അത്തരത്തിലുള്ള നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ പക്ഷികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു സ്പീഷീസ്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പീഷീസ് അതിനെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൂടിയാണ് ഈ ഒരു ചലഞ്ചിൻ്റെ അടുത്ത ഘട്ടം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ശലഭങ്ങളുടെ മാത്രം ഞാൻ ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ ജസ്റ്റ് iNaturalist നിന്ന് ജസ്റ്റ് ഫിൽട്ടർ ചെയ്തെടുത്താണ്. നമുക്ക് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം ഇത് ശലഭങ്ങൾ മാത്രമല്ല, ശലഭങ്ങളും നിശാശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്, ഒരു 1000ഓളം സ്പീഷീസ്. ഞങ്ങൾ ബട്ടർഫ്ലൈസ് മാത്രം ഒരു 170 പ്ലസ് ബട്ടർഫ്ലൈസിനെ ഞങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരു സിറ്റി ലാൻഡ്സ്കേപ്പ്. അപ്പം നമ്മൾ കൃത്യമായിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ മാപ്പ് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻസൈറ്റുകൾ കിട്ടും. അപ്പം നമ്മൾക്ക് ഈ സിറ്റി ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ഒരു ഭാവിയുള്ള പരിസ്ഥിതി സംരക്ഷണത്തിനെല്ലാം ഈ ഡാറ്റ നമുക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് നമ്മൾ വിചാരിക്കുക. കാരണം സാധാരണഗതിയിൽ ആളുകൾ എളുപ്പത്തിൽ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ തിരസ്കരിക്കുന്ന ഒരു ഏരിയയാണ് ഈ സിറ്റിയിലെ ഡൈവേഴ്സിറ്റി. എപ്പോഴും ആളുകൾ പുറത്തേക്ക് അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകാനോ കാട്ടിൽ പോയിട്ട് ബയോഡൈവേഴ്സിറ്റി കാണാനോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ശലഭത്തിനെ അല്ലെങ്കിൽ പെർട്ടിക്കുലർ പക്ഷിനെ അല്ലെങ്കിൽ മൃഗത്തിനെ കാണാൻ വേണ്ടി വളരെ ദൂരം ട്രാവൽ ചെയ്ത് വളരെ കാടുകളിലേക്കൊക്കെ പോകുന്നതിന് പകരം അത് മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ സിറ്റികളിൽ തന്നെ ഇത്രയും ഡൈവേഴ്സിറ്റി ഉണ്ട്. അത് എങ്ങനെ
സംരക്ഷിക്കാം എന്നുള്ളത് കൂടി നമ്മുടെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിന് എങ്ങനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ കൂടുതൽ നിലനിർത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിനു വേണ്ടി ഉള്ള ഡാറ്റ കൂടിയാണ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ബാങ്ക് അപ്പം ഈ വർഷത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ വർഷം നമ്മൾ കുറച്ചുകൂടി കൂടുതലായിട്ട് റെക്കോർഡുകൾ വരണം, കൂടുതലായിട്ട് ആളുകളെ ഈ മീൻ ഐനാച്ചുറലിസ്റ്റിലേക്കും അല്ലെങ്കിൽ സിറ്റി നാച്ചർ ചലഞ്ചിലേക്കും കൂടുതലായിട്ട് ആളുകളെ കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു ചിന്തയുടെ ഭാഗം കൂടിയാണ് ഇത്തരം ടോക്കുകൾ നടക്കുന്നത്, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം 25 മുതൽ 28 വരെ, ഏപ്രിൽ 25 മുതൽ 28 വരെയാണ് നമ്മുടെ സിറ്റി നാച്ചുറൽ ചലഞ്ച്. അപ്പോൾ അത് കഴിഞ്ഞ് മെയ് 5 വരെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള പീരീഡാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് മറ്റുള്ളവരെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിച്ചിട്ടും അവരുടെ ചിലപ്പോൾ തെറ്റുകളൊക്കെ പറ്റാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ കൂടുതൽ അറിയാവുന്ന ഗ്രൂപ്പുകളൊക്കെ എടുത്ത് മറ്റുള്ളവരെ റെക്കോർഡുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ആ വഴി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ മിക്കവാറും കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ്. അപ്പം ഒരു ഐനാച്ചുറലിസ്റ്റിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഗ്രൂപ്പ് അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സ്പീഷീസോ പെർട്ടിക്കുലർ ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം അത് സാവധാനം കൂടുതൽ സ്പീഷീസുകളിലേക്ക് കൂട്ടുക അല്ലെങ്കിൽ കൂടുതൽ വലിയ ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുക. അപ്പം അത്തരത്തിലാണ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക. അതുകൂടാതെ ഈ ഐഡന്റിഫിക്കേഷൻ കൊണ്ടുള്ള വേറൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാൻ പലപ്പോഴും നമ്മൾ ഇപ്പം എല്ലാവർക്കും നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രത്യേകിച്ചല്ല, മിക്കവാറും എല്ലാവരും നമ്മൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും പേരുകളോ അല്ലെങ്കിൽ സയന്റിഫിക് പേരുകളോ അല്ലെങ്കിൽ ചില സ്പീഷീസ് നെയിമുകളെല്ലാം നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇത്തരം ഐഡന്റിഫിക്കേഷനൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ വീണ്ടും അത് ആ പേര് കാണുകയും അല്ലെങ്കിൽ പേര് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാനും ഓർത്തു വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി നമ്മൾ ഈ ഇത് അപ്ലോഡിങ് മാത്രമല്ല, ഈ നമുക്ക് അറിയാവുന്ന സ്പീഷീസുകൾ അല്ലെങ്കിൽ അറിയാവുന്ന ഗ്രൂപ്പുകളെല്ലാം മറ്റുള്ളവരെ തിരിച്ചറിയാൻ സഹായിക്കുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യാൻ എന്നും കൂടി ഉള്ളതാണ് അടുത്ത ഘട്ടം. അതായത് ആ വഴി നമുക്ക് കൂടുതൽ സ്പീഷീസുകളെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനെല്ലാം പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ എക്സ്പേർട്ടുകളാകുന്നത്. കൂടുതൽ സമയം ചെലവഴിക്കുകയും കൂടുതൽ അതിനെക്കുറിച്ച് അറിയുകയും ഓരോ സ്പീഷീസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് അറിയുകയും അതിൽ ഓരോന്നും സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം ഈ ഐഡന്റിഫിക്കേഷൻ ലെവലിലും നിങ്ങൾക്ക് സാവധാനം ശ്രമിക്കാവുന്നതാണ്. ഇപ്പം അറിയാവുന്ന കാര്യങ്ങൾ എടുക്കുക, അത് കഴിഞ്ഞ് സാവധാനം അടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുക. അപ്പം ഇത്രയാണ് ഈ സിറ്റീസ് ആൻഡ് ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു സിറ്റി നാച്ചുറൽ ചലഞ്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അപ്പം ഇനി ഞാൻ കുറച്ച് ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറയാം. അപ്പം ഈ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരുപാട് ചെടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ശലഭങ്ങളെല്ലാം ജീവിക്കുന്നത്. അവർ ഏതെങ്കിലും ഇലകളിലോ അല്ലെങ്കിൽ ചെടികളോ പൂക്കളിലൊക്കെ മുട്ടയിടുന്നു, അത് കഴിഞ്ഞ് അതിനെ ലാർവയാകുന്നു, അവിടുന്ന് പിന്നെ ഇലകളോ അല്ലെങ്കിൽ ചെടികളെല്ലാം തിന്ന് വളർന്ന് അത് പ്യൂപ്പയായി മാറുന്നു, അവിടുന്ന് അത് രൂപാന്തരപ്പെട്ടത് ശലഭമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബട്ടർഫ്ലൈസിനെ മാത്രമല്ല മൂത്തുകളെയും നോക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഒരിക്കലും നിങ്ങൾ ശലഭങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിശാശലഭങ്ങളെ കുറച്ചും കൂടി എളുപ്പമാണ്. അതുമല്ല, അതൊരു അത്രയും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ അല്ല നിശാശലഭങ്ങൾ. അപ്പം നമുക്ക് ആ ഏരിയയിൽ കൂടുതൽ റെക്കോർഡുകളും കൂടുതൽ ഒബ്സർവേഷനും കൂടുതൽ എക്സ്പേർട്ടുകളെയൊക്കെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾ ശലഭങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്ന ഇടത്തോളം മൂത്തുകളുടെ പുഴുക്കളെയോ അല്ലെ ഈ ശലഭ പുഴുക്കളെയെല്ലാം പരമാവധി റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം, ഒബ്സർവേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പം ഈ ശലഭങ്ങളെല്ലാം അപ്പം ഒരുപാട് ചെടികളെയും സസ്യങ്ങളെയൊക്കെ
അതിജീവനത്തിനായിട്ട് ഉപയോഗിക്കുന്ന പ്രാണികളാണ്. അപ്പം നമ്മുടെ സിറ്റിക്കകത്താണെങ്കിൽ പോലും ഈ ചെറിയ പരിമിതമായ സാഹചര്യങ്ങളിൽ തന്നെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കുറേ ചെടികളും കുറേ തോട്ടങ്ങളും ഒക്കെ ഉള്ള, പിന്നെ അടുത്തുള്ള ഏരിയകളായിട്ട് കണക്ട് ചെയ്തത് കാരണം അടുത്തുള്ള പ്രദേശത്ത് മുട്ടയിട്ട് സിറ്റികളിൽ വന്ന് തേൻ കുടിക്കാനെല്ലാം വരുന്ന ഒരുപാട് ശലഭങ്ങളൊക്കെയാണ്. അപ്പം ഈ സിറ്റികളിൽ നമ്മൾക്ക് പക്ഷികൾ വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നവരായിരുന്നു. കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കൂടുതൽ ശക്തമായിട്ടുള്ള വിങ്ങുകളും ചിറകുകളും കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ശലഭങ്ങൾ അല്ലെങ്കിൽ നിശാശലഭങ്ങൾ വളരെ കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ചില മൈഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ദേശാടനം നടത്തുന്ന ചില ശലഭങ്ങളൊക്കെ ബാക്കിയെല്ലാം മിക്കവാറും വളരെ കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ഒരു സിറ്റിയെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഒരു സിറ്റിയിലെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ ശലഭങ്ങൾ, നിശാശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് ആൻഡ് മോത്ത്സ് എന്ന് നമ്മൾ ജനറലി പറയും. അപ്പം നമ്മൾ സാധാരണ ഈ ശലഭങ്ങൾ ഒരു ബയോഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ടാണ് പറയുന്നത്. ഒരു സ്ഥലത്തുള്ള പരിസ്ഥിതി എത്രത്തോളം ശക്തമാണ് അല്ലെങ്കിൽ പരിസ്ഥിതി എത്രത്തോളം ഹെൽത്തിയാണ്, ആരോഗ്യപരമാണ് എന്നുള്ളത് പറയാൻ വേണ്ടി നമുക്ക് ശലഭങ്ങളെ നിരീക്ഷിച്ചാൽ മതി എന്ന് പറയും. കാരണം ശലഭങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കണമെങ്കിൽ ഒരുപാട് സസ്യങ്ങളും ഒരുപാട് ചെടികളും ഇലകളും ഒരുപാട് പൂക്കളെല്ലാം വേണം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് കൂടുതൽ ശലഭങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം കേരളം പോലത്തെ ഒരു സ്ഥലത്ത്, നമ്മുടെ ഒരു വെസ്റ്റേൺ ഘട്ട് മേഖലകളിലുള്ള സ്ഥലത്ത് നമുക്ക് കൂടുതൽ ശലഭങ്ങളുണ്ട്. കാരണം നമ്മുടെ പരിസ്ഥിതി കൂടുതൽ വൈവിധ്യാർന്നതാണ്, കൂടുതൽ റിച്ചാണ്. അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ ചിത്രശലഭങ്ങളും കൂടുതൽ നിശാശലഭങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കാരണം നമുക്ക് ഒരു സ്ഥലത്തുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് എളുപ്പത്തിൽ പഠിക്കാം. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മാറ്റങ്ങളൊക്കെ എളുപ്പത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശലഭങ്ങൾ എന്ന് പറയുന്നത്. കാരണം അവയുടെ ജീവിതകാലം വളരെ ചുരുങ്ങിയതാണ്. അതായത് ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ 1-2 മാസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ജീവിതകാലമാണ് ഓരോ ശലഭങ്ങൾക്കുള്ളത്. അപ്പം ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്കുള്ള സമയം വളരെ കുറവാണ്. അപ്പം നമുക്ക് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുള്ള മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു ജീവിവർഗം കൂടിയാണ് ഈ ശലഭങ്ങൾ. അപ്പം ഇതിന് നമ്മുടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുന്ന കാരണം ഇതിനെ കരുതാൻ കാരണം ഇത്ര ചുരുങ്ങിയ ജീവിതകാലം, അതുപോലെ കൂടുതൽ ചെടികളിലും കൂടുതൽ സാഹചര്യങ്ങളിലൊക്കെ അതിനെ ബന്ധപ്പെട്ടുള്ള ലൈഫ് സൈക്കിൾ കാരണം നമ്മൾ അതിനെ ശലഭങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ശലഭങ്ങളെ നിരീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇപ്പം ഒരു അർബൻ ഏരിയയിലാണെങ്കിലും ഇപ്പം സിറ്റികളിലാണെങ്കിൽ പോലും എളുപ്പത്തിൽ ശലഭങ്ങളെ കാണാൻ പറ്റും. ഇപ്പം ശലഭങ്ങളും മൂത്തുകളും എല്ലാം എല്ലാ സിറ്റികളിലും ഉണ്ട്. പക്ഷേ എണ്ണം നമ്മൾ അർബനൈസേഷൻ അനുസരിച്ച് കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും കുറേയൊക്കെ വളരെ സാധാരണമായിട്ട് കാണാൻ പറ്റുന്ന കുറേ ശലഭങ്ങളുണ്ട്. നമുക്ക് അവയെ എളുപ്പത്തിൽ നിരീക്ഷിക്കാം, തോട്ടങ്ങളിൽ നിരീക്ഷിക്കാം, അല്ലെങ്കിൽ വീട്ടിനകത്ത് നിശാശലഭങ്ങളെല്ലാം എളുപ്പത്തിൽ വരുന്നുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ളതാണ്. ഈ ഭംഗി കാരണം കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് നാച്ചുറലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ നിശാശലഭങ്ങൾ. പിന്നെ ഈ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല, ഇതിനെ എളുപ്പത്തിൽ നിരീക്ഷിക്കാം, എളുപ്പത്തിൽ അധികം റിസ്ക് ഒന്നും വേണ്ട. എളുപ്പത്തിൽ തോട്ടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ക്യാമറയോ അല്ലെങ്കിൽ ഫോണോ ഉപയോഗിച്ച് എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യാനോ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാനെല്ലാം പറ്റും. വേറെ അധികം റിസ്ക് ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പാണ് ഇതുകൊണ്ട് ഇതൊക്കെ കാരണം ശലഭങ്ങളെ നിരീക്ഷിക്കുന്നതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ടിപ്പിക്കൽ ലൈഫ് സൈക്കിൾ. അപ്പം ഈ ഒരു ലൈഫ് സൈക്കിൾ കാരണമാണ് നമ്മൾ ശലഭത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്. അവയുടെ ജീവിതത്തിൻ്റെ ഇടയിൽ അവർ ഒരുപാട് ചെടികളിലും ഒരുപാട് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ സർവൈവലിന് മറ്റ് ജീവികളെ അവർക്ക് മുട്ടയിട്ട് വളരാൻ പ്രത്യേക ലാർവ ഭക്ഷണ സസ്യങ്ങൾ വേണം, ഹോസ്റ്റ് പ്ലാന്റ്സ് വേണം. അവർക്ക് തേൻ കുടിക്കാൻ പ്രത്യേകം പൂക്കൾ ഓരോ സ്പീഷീസിനനുസരിച്ച്
കുറച്ചും പ്രിഫേർഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഉണ്ടായിരിക്കാം. അതുപോലെ അവയുടെ ഇരപിടിയന്മാർ, പ്രഡേറ്റേഴ്സ്, അവരുടെ കൂടുതൽ പ്രഡേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ശലഭങ്ങളുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അപ്പം ഇതൊക്കെ കാരണം ഈ ശലഭങ്ങളെ നിരീക്ഷിക്കുന്ന പ്രകൃതിയിലേക്കുള്ള എളുപ്പത്തിലുള്ള ഒരു വാതിലാണ്. അപ്പം ഇതാണ് നമ്മൾ സിറ്റി നാച്ചർ ചലഞ്ചിൽ നമ്മൾ ശലഭങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പം ശലഭങ്ങൾ സിറ്റികളുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ തരാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ശലഭങ്ങൾ. ചിത്രശലഭങ്ങൾ, നിശാശലഭങ്ങൾ അവരുടെ മാറ്റങ്ങൾ എളുപ്പത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. പക്ഷികളെക്കാളും മൃഗങ്ങളെക്കാളൊക്കെ വളരെ ആയുർദൈർഘ്യം കുറഞ്ഞ കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഒരു ശലഭങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ, ഒരു ഏതൊക്കെ ഫാമിലിയാണ് ഉള്ളത്, നമ്മുടെ സാധാരണ കുറച്ച് ശലഭങ്ങളെ കുറിച്ചുള്ള കുറച്ചൊരു ജനറൽ ആയിട്ടുള്ള കുറച്ചൊരു ഐഡിയ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ശലഭങ്ങൾ ഒരുപാട് ചെടികളെ അതിജീവിച്ചാണ് അവർ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ സാധാരണ നിങ്ങൾ കാണാം, നമ്മുടെ തോട്ടങ്ങളിലൊക്കെ സാധാരണ കാണുന്ന ചെടികളാണ് ഇത്. അപ്പോൾ ഇതിലെല്ലാം ഒരുപാട് മുട്ടകളെയും ശലഭങ്ങളുടെ മുട്ടകളോ അല്ലെങ്കിൽ പുഴുക്കളെയൊക്കെ എളുപ്പത്തിൽ കാണാം. അപ്പം ഇത് നമ്മുടെ വളരെ സാധാരണയായിട്ട് കാണുന്ന കോമൺ മോർമൺ, ഒരു നാരകാളി എന്ന് പറയുന്ന ശലഭത്തിൻ്റെ ഭക്ഷണ സസ്യങ്ങളാണ്. അപ്പം നമ്മുടെ സാധാരണ കറിവേപ്പ്, അതുപോലെ ലെമൺ, നാരങ്ങ വർഗത്തിൽപ്പെട്ടുള്ള ചെടികളിലാണ് ഇവർ മുട്ടയിടുന്നത്. അപ്പോൾ ഈ ചെടികളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ശലഭത്തിൻ്റെ ഇത് ലൈഫ് സൈക്കിൾ. ഇത് നമ്മുടെ മലബാർ ബാൻഡഡ് പീക്കോക്ക്, നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഇത് പക്ഷെ നമ്മൾ ഒരൊറ്റ ചെടിയിൽ മാത്രമേ മുട്ടിടുന്നതായിട്ട് നമ്മൾ കണ്ടുള്ളൂ. ഈ സന്തോഷം റെസ്റ്റ, നമ്മളുടെ ഒരു മുള്ളുമുരിക്കുന്നൊക്കെ പറയും. അപ്പം ഈ ഒരു ചെടിയിൽ മാത്രമേ അതിന് മുട്ടിയിട്ട് വളരുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം ചില ശലഭങ്ങൾ ഏതെങ്കിലും ഒരു ചെടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. പക്ഷെ ചില ശലഭങ്ങൾ കൂടുതൽ ചെടികളിലെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധാരണ ശലഭത്തിൻ്റെ മുട്ടകൾ. പല സൈസ് വളരെ കുറവായിരിക്കും. ഒരു 1-2 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ശലഭത്തിൻ്റെ മുട്ടകളാണ്. അപ്പോൾ പല ആകൃതിയിലും പല ഷേപ്പിലും ഉള്ള മുട്ടകൾ നമുക്ക് കാണാൻ പറ്റും. ചില സമയത്ത് ചില ശലഭങ്ങൾ ഓരോ മുട്ടകളും വീതമാണ് ഇടുന്നത്. ചില ശലഭങ്ങൾ ഒന്നിൽ കൂടുതൽ മുട്ടകളുള്ള വലിയ ഗ്രൂപ്പായിട്ട്. ഈ വലിയ ഗ്രൂപ്പായിട്ട് ഇടുന്നുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയിൽ കുറേയൊക്കെ കൂടുതൽ അതിജീവിക്കാൻ പറ്റും. കൂട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടുള്ള കുറേ മെച്ചങ്ങളുള്ള കാരണം ചില ശലഭങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ഗ്രൂപ്പുകളുള്ള മുട്ടകളായിട്ടാണ് ഇടുന്നത്. അപ്പം സാധാരണ ഇതിൽ ശലഭം മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന് വേറെ പരിചരണം ഒന്നും ആവശ്യമില്ല. മുട്ട ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 3-4 അല്ലെ 4-5 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് അതിനകത്തുനിന്ന് പുഴു പുറത്തു വരും. അപ്പം മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ശലഭം മുട്ടയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നത് ആ മുട്ടയുടെ പുറന്തോട് തന്നെയാണ്. അപ്പം അതിനകത്ത് കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത് കാരണം മുട്ടയുടെ പുറന്തോട് ഭക്ഷിച്ചിട്ടാണ്, അതാണ് ശലഭത്തിന് ഈ പുഴുവിൻ്റെ ആദ്യത്തെ ഭക്ഷണം. അപ്പം അത് കഴിഞ്ഞാൽ ഇത് ചെറിയ ഇലകളും തളിരും എല്ലാം തിന്നിട്ട് സാവധാനം വളരാൻ തുടങ്ങും. അപ്പോൾ സാധാരണ നമ്മുടെ ചിത്രശലഭത്തിൻ്റെ ഈ പുഴുക്കൾക്ക് വളർച്ചയുടെ 5 ഘട്ടങ്ങളാണ്. അതായത് 5 തവണ അത് പഴയ പുറന്തൊലി ഉരിച്ചു കളഞ്ഞ് പുതിയ ഒരു രൂപത്തിലേക്ക് വരും. അതായത് 5 തവണ മോൾട്ട് ചെയ്തിട്ടാണ് 5 ഡിഫറെൻറ്റ് സ്റ്റേജിലുള്ള ശലഭത്തിൻ്റെ പുഴുക്കളെ കാണുന്നത്. ഇതിപ്പം നമ്മുടെ ഗരുഡ ശലഭം എന്ന് പറയുന്ന, അപ്പം നേരത്തെ ബ്ലൂ മോർമൺ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഗ്രേറ്റ് മോർമണിൻ്റെ ഒരു സബ് സ്പീഷീസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം ഇത് നമ്മളെ നാട്ടിലെല്ലാം സാധാരണയായിട്ട് കാണുന്ന ഒരു ശലഭമാണ്. അപ്പോൾ ഇതിൻ്റെ പുഴുക്കളുടെ 5 വിവിധ ഘട്ടങ്ങളാണ്. അപ്പോൾ എല്ലാ ശലഭത്തിനും ഇതുപോലെ അതിൻ്റെ ലാർവകൾക്ക് 5 വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പം ചിലത് ഘട്ടങ്ങൾ തമ്മിൽ വലിയ അതിൻ്റെ രൂപത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ചിലത് നമ്മൾ അതിൻ്റെ
ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പം ഓരോ ഘട്ടത്തിലും ഇത് അതിൻ്റെ പുറംതൊലി അഴിച്ചു കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ പോകും. അവിടുന്ന് വീണ്ടും ഭക്ഷണം കഴിച്ച് വളർന്ന് വളർച്ച പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പഴയ ഉടുപ്പെല്ലാം അഴിച്ചിട്ട് പുതിയ ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. അങ്ങനെ 5 വിവിധ ഘട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ 5 ഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പ്യൂപ്പ ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എങ്ങനെയാണ് ഒരു ശലഭത്തിൻ്റെ പുഴുക്കൾ പ്യൂപ്പയാവുന്നത്. നിങ്ങൾ പലരും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതൊരു മറ്റേ ഒരു പാപ്പിലിയോ, അതായത് ഒരു സോളോട്ടൈൽ ശലഭത്തിൻ്റെ പ്യൂപ്പ ആവുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ പടത്തിലുള്ളത്. അപ്പം സാധാരണ വരുന്ന വേറൊരു ചോദ്യമാണ് നമ്മൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കുറേ പുഴുക്കളെ കാണുമ്പോൾ ചിലത് മിക്കവാറും നിശാശലഭങ്ങളെ പുഴുക്കളായിരിക്കും, ചിലത് ചിത്രശലഭങ്ങളെ പുഴുക്കളായിരിക്കും. അപ്പം ഇവ തമ്മിൽ എളുപ്പത്തിൽ എങ്ങനെ തിരിച്ചറിയാം? അപ്പം എളുപ്പത്തിൽ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ഒരു രൂപമൊക്കെ കണ്ട് ഏകദേശം തിരിച്ചറിയാൻ പറ്റും. സാധാരണഗതിയിൽ ഇതിൻ്റെ ഈ അവസാനത്തെ പിറകുഭാഗത്തെ ഏറ്റവും ആനൽ പ്രോലെക്സ് ആ ഭാഗം ഈ നിശാശലഭങ്ങൾക്ക് കുറെ കൂടി പ്രോമിനന്റ് ആയിരിക്കും, കുറെ കൂടി വലുതായിരിക്കും. അപ്പോൾ ആ ഒരു രീതി വെച്ചാണ് നമ്മൾ മിക്കവാറും ഈ നിശാശലഭങ്ങളുടെ പുഴുക്കളെ തിരിച്ചറിയുന്നത്. പക്ഷെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മിക്കവാറും ശലഭത്തിന്റെ പുഴുക്കളെയും നിശാശലഭത്തിന്റെ പുഴുക്കളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഭാഗത്ത് കാണുന്ന നമ്മുടെ സ്ട്രൈപ്ഡ് ടൈഗറിന്റെ ഒരു കാറ്റർപില്ലറാണ്. അപ്പോൾ നമുക്ക് ശലഭങ്ങളിൽ നമ്മുടെ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഇപ്പം മൊത്തത്തിൽ 6 ഫാമിലിയാണ് ഉള്ളത്. ഈ റിയോഡിനിഡേ എന്ന് പറയുന്ന ഈ നാലാമത്തെ ഈ ഫാമിലിയിൽ നമുക്ക് ആകെ 2 മെമ്പേഴ്സ് ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ നമുക്ക് ഒരു 5 ഡിഫറെൻറ്റ് ഫാമിലി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 5 വ്യത്യസ്ത കുടുംബങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ശലഭങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അവയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ സ്വഭാവവും അവരുടെ രൂപമൊക്കെ വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒരു 5 ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തത് ഈ പാപ്പിലിനോഡേ എന്ന് പറയുന്നത് നമ്മുടെ സോളോടൈൽസ്. അതായത് ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ശലഭങ്ങൾ. അപ്പം നമ്മുടെ മോർമോൺസ്, ഈ റോസസ്, ഈ ജെയ്സ്, ഇതെല്ലാം നമ്മുടെ ഈ പാപ്പിലിനോഡയിൽ വരുന്നതാണ്. അപ്പം ഇത് വലിയ ശലഭങ്ങളാണ്, കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ശലഭങ്ങളാണ്. നമ്മുടെ കറിവേപ്പിലും നാരകത്തിലൊക്കെ മുട്ടയിട്ട് വളരുന്ന നമ്മുടെ നാരകാളി, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ക്രോ, ഇതെല്ലാം ക്രോ നിംഫാലിഡേന് നമ്മുടെ നാരകാളി അല്ലെങ്കിൽ ഈ കോമൺ റോസ്, ക്രിംസൺ റോസ് എല്ലാം ഈ പാപ്പിലിനോഡ ഗ്രൂപ്പിൽ വരും. അപ്പം ഇതിനെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവയുടെ ഈ ജീവിതചക്രം, അതായത് മുട്ട, പുഴുക്കൾ എല്ലാം, പ്യൂപ്പ, ഇവയ്ക്കെല്ലാം പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഈ പാപ്പിലിനോഡ ഗ്രൂപ്പിൻ്റെ മുട്ടകൾ സാധാരണ ഒരു ഗ്ലോബൽ ഷേപ്പുള്ളതായിരിക്കും. അതുപോലെ അതിൻ്റെ പുഴുക്കൾ സാധാരണ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ കുറച്ചുകൂടി തടിച്ചിട്ടുള്ള സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള പുഴുക്കളാണ്. അതുപോലെ ഇവര് പ്യൂപ്പ നിർമ്മിക്കുന്ന അതിന്റെ പുറകുഭാഗം ഏതെങ്കിലും തടിയിലെല്ലാം ഉറപ്പിച്ച് ഒരു സിൽക്ക് നൂല് ഉപയോഗിച്ച് അതിന്റെ തടിയിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്യൂപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഫാമിലിയിലുള്ള എല്ലാ ശലഭങ്ങൾക്കും ഏകദേശം ഇതേപോലെയുള്ള സ്വഭാവമുള്ള മുട്ടയും പുഴുക്കളും പ്യൂപ്പയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രത്യേക കാറ്റഗറി ആയിട്ട്, അല്ല പ്രത്യേക ഗ്രൂപ്പായിട്ട് ഈ ശലഭങ്ങളെ തിരിച്ചിട്ടുള്ളത്. കൂടുതൽ ഈ മുട്ടകൾ, ഈ ഗ്രൂപ്പിലുള്ള കുറച്ചുകൂടി മുട്ടകളുണ്ട്. നമ്മുടെ മോർമൺസ്, അതേപോലെ റോസസ്, ഇതിൻ്റെ എല്ലാം മുട്ടകളുടെ ഷേപ്പ് നമ്മൾ ഏകദേശം ഈ ഗ്ലോബുലർ ഷേപ്പുള്ള മുട്ടകളാണ്. അതുപോലെ ഇതിലെ ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഈ റോസസ്, നമ്മുടെ ബേർഡ് വിങ്, നമ്മുടെ ഗരുഡ ശലഭം. ഇവരെ റോസസിന്റെ ഒരു കുറച്ചുകൂടി മാംസമായിട്ടുള്ള ഒരു മുള്ളുകൾ പോലുള്ള ഭാഗങ്ങളുണ്ടാവും ശരീരത്തിൽ. ചിലതിൽ ഈ വൈറ്റ് ബാൻഡ് ഉണ്ടാവും. ഈ ബാൻഡിന്റെ ഷേപ്പും അതിന്റെ കളറെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഏത് സ്പീഷ്യസ് ആണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഇവർക്ക് സാധാരണ ഇടയ്ക്ക് നമ്മൾ
ഈ ശലഭങ്ങൾ, ഈ ഗ്രൂപ്പുകളുടെ ഒരു പ്രത്യേകതയാണ് ഇതിന് ഓസ്മെറ്റോറിയം എന്ന് പറഞ്ഞ ഒരു ആരെങ്കിലും ഇരപിടിയന്മാരെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാമ്പുകളെ പോലെ നാക്ക് പുറത്തേക്ക് ഇടുന്ന പോലെ ഒരു അവരുടെ ഓസ്മെറ്റോറിയം എന്ന് പറഞ്ഞ ഒരു ഓർഗൻ ഉണ്ടാവും. അത് വെച്ച് അതിൻ്റെ ആരെങ്കിലും പേടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇത് പുറത്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലും ഉണ്ടാവും. അപ്പം ഈ ആരെങ്കിലും ഇരപിടിയന്മാരെ വിരട്ടാനുള്ള ഒരു ടെക്നിക്കാണ് ഈ ഓസ്മെറ്റോറിയം. അപ്പം ഇത് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ഫാമിലി. രണ്ടാമത്തെ ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ പിരീഡ് വൈറ്റ്സ് ആൻഡ് യെല്ലോസ്, അതായത് പീതശ്വേത ശലഭങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇത് കുറച്ചും കൂടി ചെറിയ ശലഭങ്ങളാണ്. ചെറിയതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ഉള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ കുറച്ചുകൂടി മീൻ വീക്ക് ഫ്ലൈറ്റ്, അതായത് കുറച്ചും കൂടി അത്ര സ്ട്രോങ് ആയിട്ടുള്ള പറക്കലല്ല, കുറച്ചും കൂടി വീക്ക് ആയിട്ടുള്ള പറക്കലാണ്. അതുപോലെ വിങ്സും എല്ലാം കുറച്ചുകൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ ശലഭങ്ങളുടെ സാധാരണ നിറം ഒരു മഞ്ഞയും വെള്ളയെല്ലാം ഇത് കണ്ടാണ് ഇതിനെ വൈറ്റ്സ് ആൻഡ് യെല്ലോസ് എന്നുള്ള ഗ്രൂപ്പ് പെടുത്തി. നമ്മുടെ ഈ തകരമുത്തികൾ, ഈ ഗ്രാസ്യല്ലോസ്, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊന്നയിൽ അല്ലെങ്കിൽ ഈ തകരയിലെല്ലാം മുട്ടയിടുന്ന ഈ എമിഗ്രൻസ്, ഇതെല്ലാം അവിടെ മുട്ട കുറച്ചും കൂടെ സ്പിൻഡിൽ ഷേപ്പ്, അതായത് കുറച്ച് നീണ്ട് താഴെ ഭാഗം ഇലയിൽ കുത്തി നിർത്തിയിട്ടുള്ള രീതിയിൽ ഒരു നീണ്ടിട്ടുള്ള സ്പിൻഡിൽ ഷേപ്പിലുള്ളതാണ്. അപ്പം അതുപോലെ കാറ്റർപില്ലേഴ്സ് കുറച്ചുകൂടി നീണ്ടിട്ടാണ്. നേരത്തെ കണ്ട പോലെ തടിച്ചുരുണ്ട കാറ്റർപില്ലറല്ല, കുറച്ചുകൂടി നീണ്ട ഷേപ്പിലുള്ള കാറ്റർപില്ലറാണ്. പ്യൂപ്പ ഏകദേശം നേരത്തെ പറഞ്ഞ പോലെ, പക്ഷെ നമ്മൾ ഇതിന്റെ പ്യൂപ്പകൾ സാധാരണഗതിയിൽ ഇലകൾക്കടിയിലെല്ലാം ശത്രുക്കളിൽ എളുപ്പത്തിൽ മറിഞ്ഞിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ പച്ച നിറത്തിലെല്ലാം ഉള്ള പ്യൂപ്പകളാണ്. മിക്കവാറും ഇലകളിൽ തന്നെ പ്യൂപ്പേറ്റ് ചെയ്യുന്ന കാരണം ഏകദേശം മറ്റേതുപോലെ തന്നെ താഴ്ഭാഗം ഒരു സ്ഥലത്ത് ബന്ധിപ്പിച്ച് ഒരു സിൽക്ക് ത്രെഡ് എല്ലാം വെച്ചിട്ടുള്ള പ്യൂപ്പകളാണ് ഇതിന്. അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ ഒരു പീരീഡിൻ്റെ ലൈഫ് സൈക്കിൾ. അപ്പോൾ ഇതിൽ കൂടുതൽ മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഷേപ്പ് ഏകദേശം ഒരുപോലെയാണ്. താഴെ ഭാഗം വളരെ ചെറുതും കുറച്ചും കൂടി മെലിഞ്ഞ് നീണ്ടിട്ടുള്ള മുട്ടകളാണ്. അതേപോലെ പുഴുക്കളും ഇത് കുറച്ചുകൂടി പുഴുക്കൾ, ഇവിടെ ചിത്രങ്ങൾ മെലിഞ്ഞ് നീണ്ടിട്ടുള്ള പുഴുക്കളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗ്രൂപ്പ്. അതുപോലെ പ്യൂപ്പകൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത്രയും നേരത്തെ ആദ്യത്തെ ഫാമിലിയെ പോലെ അത്രയും വലുതല്ല, കുറച്ചുകൂടി ചെറുതാണ്. പിന്നെ മിക്കവാറും അതിൻ്റെ ഇലകളിലൊക്കെ ഉള്ളത് കാരണം മിക്കവാറും മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പ്യൂപ്പകളാണ് മിക്കവാറും കാണുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പാണ് ഈ നിംഫാലിഡേ അല്ലെങ്കിൽ ബ്രഷ് ഫ്രൂട്ടഡ് ബട്ടർഫ്ലൈസ് എന്നാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ ഒരു ഗ്രൂപ്പാണ്, കൂടുതൽ അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. നമുക്ക് ഈ നമ്മുടെ ഈ ടൈഗേഴ്സ്, ക്രോസ്, അതുപോലെ ഈവനിങ് ബ്രൗൺസ്, ഇങ്ങനെയുള്ള സർജൻസ്, സെയിലർ, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം വരുന്നത് ഈ നിംഫാലിഡയിലാണ്. അപ്പോൾ ഇതിനെ ബ്രഷ് ഫ്രൂട്ടഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ സാധാരണ ഷഡ്പദങ്ങൾക്ക് ഉണ്ടാകുന്ന 6 കാലുകൾക്ക് ഉള്ള ഒരു പയർ, ഒരു മുന്നിലെ 2 കാലുകൾ വളരെ ചെറുത് അല്ലെങ്കിൽ ശരീരത്തോട് ഒട്ടിച്ചേർന്നിട്ടുള്ള രീതിയിൽ വളരെ കാണാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ മിക്കവാറും നമ്മൾ കാണുമ്പോൾ 4 കാലുകളാണ് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അത് കൊണ്ടുകൂടിയാണ് ഇതിനെ ബ്രഷ് ഫ്രൂട്ടഡ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉള്ള ഒരു ടിപ്പിക്കൽ ലൈഫ് സൈക്കിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ മുട്ടകൾ സാധാരണ അടിഭാഗം പരന്നിട്ട് ഒരു അർദ്ധഗോളാകൃതിയിലുള്ള ഷേപ്പിലാണ്. മിക്കവാറും ഇതിലുള്ള കാറ്റർപില്ലേഴ്സിന് ശരീരത്തിൽ രോമല്ല, കുറച്ച് മുള്ളുകൾ പോലെ കുറച്ചുകൂടെ വലിയ നീണ്ട രോമങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ ചെറിയ മാംസളമായിട്ടുള്ള ചെറിയ മുള്ളുകൾ ഉണ്ടാവും. അത് സാധാരണ ഇതിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതല്ല. സാധാരണ ചിത്രശലഭങ്ങളുടെ പുഴുക്കൾ ചൊറിച്ചിലുണ്ടാക്കുന്നത് വളരെ അപൂർവമാണ്. പക്ഷെ ഇതിന് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ചൊറിയുന്ന പുഴുക്കളാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പുഴുക്കളാണ്. അപ്പം ഇതാണ് ഒരു നിംഫാലിഡേ കാറ്റർപില്ലർ, ടിപ്പിക്കൽ കാറ്റർപില്ലർ. അതിൻ്റെ പ്യൂപ്പ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു റൂഫിൽ നിന്ന് അല്ലെങ്കിൽ ഇലയുടെ കീഴിലുള്ള തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്യൂപ്പകൾ സാധാരണ നിർമ്മിക്കുന്നത്. ഇത് ഒരു
ഒരു എഗ് ഫ്ലൈൻ്റെ ലൈഫ് സൈക്കിളാണ്. അപ്പം ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ മുകളിൽ കാണുന്ന മെയിലാണ്. ഇത് ഫീമെയിലിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ചില ശലഭങ്ങളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൻ്റെ മെയിൽ ഫീമെയിലിൻ്റെ 2 ഡിഫറെൻറ്റ് ഫോംസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ മുട്ടകൾ ഞാൻ നേരത്തെ പറഞ്ഞു, താഴ്ഭാഗം പരന്നിട്ട് ഒരു അർദ്ധഗോളാകൃതിയിലുള്ള മുട്ടകളാണ് മിക്കവാറും. അപ്പോൾ ഇതിനെ ഈ പാരസൈറ്റ് വാസ്പ് എന്ന്, അതായത് ഈ പരാദസ് കടന്നൽ നിന്നൊക്കെ സംരക്ഷിക്കാനായിട്ട് മുട്ടകളിൽ തന്നെ ചില മുള്ളുകൾ പോലെയുള്ള ചില രോമങ്ങളുണ്ടാവും. അപ്പം എളുപ്പത്തിൽ ഈ കടന്നലുകൾക്ക് അത് ഈ മുട്ടയ്ക്കകത്ത് അവയുടെ മുട്ടയിടാനൊന്നും പറ്റില്ല. അതിനു വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇത്. നമ്മുടെ ബാരോൺ കന്നിത്തോഴൻ ശലഭത്തിൻ്റെയാണ്. ഇത് നമ്മുടെ കാസ്റ്റർ. അപ്പം ഈ മുട്ടകളിലെല്ലാം നമ്മുടെ ഒരു സംരക്ഷിക്കാൻ വേണ്ടി, പരാത കടകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ചില സ്ട്രൈക്സ് ഉണ്ടാവും. എന്നാൽ എങ്കിൽ പോലും പലപ്പോഴും ഇതെല്ലാം ഈ പ്രൊട്ടക്ഷനെല്ലാം കടന്നിടയ്ക്ക് മുട്ടയിടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രൂപ്പിലെ കുറച്ചുകൂടി പുഴുക്കളാണ്. അപ്പം നമ്മുടെ ഇത് സാധാരണ നമ്മൾ ബാരോൺ കന്നിത്തോഴൻ മാവിലയിൽ അല്ലെങ്കിൽ ഒക്കെ കാണുന്നതാണ്. അപ്പം ഇത് ചൊറിച്ചിലുണ്ടാക്കുന്നതല്ല, പക്ഷെ അതിന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന ഉണ്ടാവും. അപ്പം ഒരു ടെക്നിക്ക് കൂടിയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള രോമങ്ങളല്ല, ചെറിയ ഹെയർ പോലത്തെ നമ്മുടെ ഒരു തെങ്ങോല പോലത്തെ ഷേപ്പുള്ള സാധനങ്ങളാണിത്. അതുപോലെ കുറച്ചുകൂടി പുഴുക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഈ ഗ്രൂപ്പിലുള്ള പ്യൂപ്പ മിക്കവാറും ഒരു റൂഫിൽ നിന്ന് തൂക്കിയിട്ടുള്ള രീതിയിലാണ്, വേറെ സിൽക്ക് ത്രെഡ് ഒന്നുമില്ല, തൂക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്യൂപ്പകൾ ഉണ്ടാകുക. ഈ ഗ്രൂപ്പിലുള്ള കുറച്ച് ഇത് ബാരോണിൻ്റെയാണ്. നമ്മുടെ ടൈഗേഴ്സ്, ക്രോസ് എല്ലാം ഉണ്ടാക്കുന്ന പ്യൂപ്പകൾ ഏകദേശം ഇതുപോലെയാണ്. അപ്പോൾ ഇതിലുള്ള ഈ നമ്മുടെ രാജാസ്, നവാബ്സ് എല്ലാം ഈ ഗ്രൂപ്പിൽ വന്ന. അപ്പോൾ ഇതിൻ്റെ പുഴുക്കൾ വളരെ ഭംഗിയുള്ള കുറേ പുഴുക്കളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു നമുക്ക് 5 1 6 ഗ്രൂപ്പാണെന്ന്. ഈ അതിൽ ഒരു ഗ്രൂപ്പാണ് ഈ മെറ്റൽ മാർക്ക് റിയോഡോനിഡേ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൽ നമുക്ക് ആകെ 2 ശലഭങ്ങളുള്ളത്, ഈ പ്ലം ജൂഡി, ഡബിൾ ബാൻഡഡ് ജൂഡി എന്ന്. രണ്ടും ഏകദേശം കാണാൻ ഒരുപോലെ ആയിരിക്കും. അപ്പം ഇത് ഇങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ബാക്കിയുള്ള ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ ഇതിനെ വേറെ പ്രത്യേക ഗ്രൂപ്പായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് അടുത്ത ഫാമിലി, ഇപ്പം നമ്മൾ 3 കഴിഞ്ഞു. ഈ 4ാമത്തെ അടുത്ത ഫാമിലി എന്ന് പറയുന്നത് ഈ ലൈക്കനിഡേ അല്ലെങ്കിൽ ബ്ലൂസ് എന്ന് പറയും. അപ്പോൾ ബ്ലൂസ് എന്ന് പറയുന്നത് സാധാരണ അടിഭാഗത്തല്ല ബ്ലൂ, ഇതിവിടെ ചിറകിൻ്റെ ഉൾവശത്താണ് സാധാരണ ബ്ലൂ കാണുന്നത്. അപ്പം നമുക്ക് ഈ ഗ്രൂപ്പിന് നമ്മൾ സാധാരണ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറിയ ശലഭങ്ങളാണ്, നമ്മൾക്ക് അറിയാവുന്ന. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിളും കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ ഇതിൻ്റെ മുട്ട സാധാരണ വളരെ ചെറുതാണ്, കുറച്ചുകൂടെ പരന്ന ഡിസ്ക് ഷേപ്പിലാണ്. നമ്മുടെ ഒരു ഡിസ്ക് ഷേപ്പിലുള്ളതാണ്, കുറച്ച് ഡിംപിൾസ് ഒക്കെ ഉള്ള ഡിസ്ക് ഷേപ്പിലുള്ള വളരെ ചെറിയ മുട്ടകളാണ്. ഇതിൻ്റെ പുഴുക്കളും സാധാരണ അധികം വലിപ്പമില്ലാത്ത ഒരു 1-2 സെന്റിമീറ്റർ മാത്രം നീളം വയ്ക്കുന്ന, പക്ഷെ ഒരു നമുക്ക് ഏകദേശം ഒരു സ്ലഗ്, ഒരു ഒച്ചിനിക്ക് പോലെ തോന്നുന്ന പരന്ന ഒരു ഷേപ്പിലുള്ള പുഴുക്കളാണ്. അവയുടെ പ്യൂപ്പയും സാധാരണഗതിയിൽ ഇലകളോട് ചേർത്ത് തന്നെ, അല്ലെങ്കിൽ ഇലകളോട് തണ്ടിനോട് ചേർത്തിട്ടുള്ള വളരെ ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ചെറിയ പ്യൂപ്പുകളാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതാണ് ഒരു ഈ ലൈക്കാനിഡേ ഗ്രൂപ്പിലുള്ള ശലഭങ്ങളുടെ പ്രത്യേകത. അപ്പം ഇത് ചിലത് നമ്മുടെ വെറ്റ് സീസൺ, അതായത് ഡ്രൈ സീസൺ സെപ്പറേറ്റ് ഫോംസ് ഒക്കെ കാണും. ഇത് ശലഭങ്ങളിൽ നമ്മൾ അവയുടെ വ്യത്യസ്തമായിട്ടുള്ള പല അതിജീവന മാർഗങ്ങളുണ്ട്. ഇപ്പം കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങിച്ചേരാനുള്ള അനുയോജ്യമായിട്ടുള്ള, അപ്പം നമ്മുടെ വേനൽക്കാലത്ത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ശലഭങ്ങൾ എന്നാൽ എളുപ്പത്തിൽ പ്രകൃതിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ സറൗണ്ടിങ്സ് തിരിച്ചറിയാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ചുകൂടി ഡള്ളായിട്ടുള്ള കളറാണ് ഇത് സമ്മർ സീസണിൽ നമുക്ക് കാണുന്നത്. വെറ്റ് സീസൺ ആൻഡ് ഡ്രൈ സീസൺ ഫോംസ് എന്ന് പറയും. അതേപോലെ ഈ ഗ്രൂപ്പിൽ തന്നെ ആണ് നമ്മുടെ ഈ ഓക്ക് ബ്ലൂസ് എന്ന് പറഞ്ഞാൽ അകത്ത് വളരെ മെറ്റാലിക് ബ്ലൂ നല്ല. അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള പല ശലഭങ്ങളും നമ്മൾ അവരുടെ ലാർവ ഘട്ടത്തിൽ ഉറുമ്പുകൾ ആയിട്ടുള്ള സഹജീവനം കാണാം. അതായത് ഇവയുടെ
ഗ്ലാൻഡിൽ നിന്ന് ഒരു സീറ്റ് സെക്രിയേഷൻ, ഒരു മധുരമുള്ള ഒരു സ്രവം വരികയും ഈ ഉറുമ്പുകൾ അത് ലഭിക്കാൻ വേണ്ടി കൂടുകയും ആ വഴി ഈ പുഴുക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അതിജീവന മാർഗമാണ് ഇത്. ഒരു വിൻ സിറ്റുവേഷൻ ആണ്. ഈ പുഴുക്കൾക്ക് സംരക്ഷണം കിട്ടുകയും ഉറുമ്പുകൾക്ക് ഈ മധുരമുള്ള സെക്രിയേഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അതിജീവനമാണ്. ഈ ഗ്രൂപ്പുകളിലാണ് കാര്യമുണ്ടായത്. ഇനി ഇതിന്റെ അവസാനത്തെ, ഈ ഫാമിലിയിലെ അവസാനത്തെ ഗ്രൂപ്പാണ് നമ്മുടെ തുള്ളൻ ശലഭങ്ങൾ, അല്ലെങ്കിൽ ഹെസ്പിരിഡെ എന്ന് പറയും, നമ്മുടെ സ്കിപ്പേഴ്സ്. സ്കിപ്പേഴ്സ് എന്ന് പറയാൻ കാരണം ഇത് ഒറ്റനോട്ടത്തിൽ ശലഭത്തിനേക്കാൾ കൂടുതൽ നിശാശലഭങ്ങളോടാണ് അതിൻ്റെ രൂപത്തിന് സാദൃശ്യം. അപ്പം പക്ഷേ ഇതിൻ്റെ ബാക്കി ഏർലി സ്റ്റേജസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ശലഭങ്ങൾ, അതായത് നിശാശലഭങ്ങളായിട്ട് ഒരുപാട് വ്യത്യാസമുള്ള ഗ്രൂപ്പാണ്. അപ്പം ഇതിന് സ്കിപ്പേഴ്സ് എന്ന് പറയാൻ കാരണം നമ്മൾ എന്തെങ്കിലും ത്രെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുള്ളി മാറി രക്ഷപ്പെടാനുള്ള കഴിവ് കാരണമാണ് ഇവ തുള്ളൻ ശലഭങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം ഞൊടിയിടയിൽ അവിടെ നിന്ന് എളുപ്പത്തിൽ തെന്നി മാറി പറന്നു മാറാനുള്ള കഴിവുള്ളത് കാരണമാണ് സ്കിപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ കാണുന്ന എല്ലാം ചിറക് അടച്ചിട്ടുള്ള, അപ്പം ഇതിൽ ഒരു ഗ്രൂപ്പ് ഈ ഫ്ലാറ്റ്സ് എന്ന് പറയും. ഇപ്പം നമുക്ക് കുറച്ച് ആംഗിൾസ് ആൻഡ് ഫ്ലാറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. അത് അവരുടെ ചിറകുകൾ എപ്പോഴും വിടർത്തി വെച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുട്ടകൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ താഴ്ഭാഗം പരന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ ചില റിഡ്ജസ്, ചില ഇത് മുട്ടയുടെ സൈഡിൽ ചില വരകൾ പോലെ അല്ലെങ്കിൽ റിഡ്ജസ് കാണാം. അപ്പം ഈ പുഴുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും പുറത്ത് കാണില്ല. പലപ്പോഴും ഇത് ഇലകൾ വെട്ടിയിട്ട് ഒരു കൂടുണ്ടാക്കി ആ കൂടിനകത്താണ് ഇവർ ഇരിക്കുന്നത്. അപ്പം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, മറ്റേ ഇരപിടമയാളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടി കൂടുണ്ടാക്കി അതിനകത്തിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണ ഇങ്ങനെ ഇലകൾ കട്ട് ചെയ്ത് അതിനെ ഒരു കൂടായിട്ട് മടക്കിയിട്ട് അതിനകത്തിരുന്നിട്ട് ആണ് ഇവർ ആവശ്യം ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് മാത്രം പുറത്തു നിന്നും ഭക്ഷണം കഴിച്ച് തിരികെ കൂട്ടിൽ തന്നെ പോകുന്നു. ആ മിക്കവാറും ശലഭങ്ങൾ അതിൻ്റെ കൂട്ടിൽ തന്നെയാണ് ഈ പ്യൂപ്പയും ഉണ്ടാക്കുന്നത്. അപ്പം പ്യൂപ്പ മറ്റിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇലകൾ ചുരുട്ടി ആ ഇലയ്ക്കകത്ത് തന്നെയാണ് പ്യൂപ്പ ഉണ്ടാകുന്നത്. അപ്പം ഇവിടെ കുറച്ചുകൂടി ഈ ഷേപ്പുള്ള മുട്ടയുടെ ഷേപ്പ് താഴ്ഭാഗം പരന്ന, പക്ഷേ ഇതിനകത്ത് കുറച്ച് റിഡ്ജസ് കൂടെ കാണാം. ഇപ്പോൾ ഇതുപോലെ ഇലകൾ വെട്ടി മടക്കിയിട്ടുള്ളത് കാണാം. അപ്പോൾ ഈ ഇലകൾ വെട്ടി മടക്കിയിട്ടുള്ള ഏത് ചെടിയിലാണ്, ഏത് ഷേപ്പിലാണ് ഇലകൾ എന്നൊക്കെ നോക്കി നമുക്ക് ഏകദേശം ഏതൊക്കെ സ്പീഷീസ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ഈ പുഴുക്കൾ ഇവരെ സംരക്ഷിക്കുന്നത്. ഇനി ഇതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തിയ ശലഭത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഇതിൻ്റെ പുഴുക്കളെ നോക്കിയിട്ടാണ്. അപ്പം ഇത് മുകളിൽ കാണുന്ന ഈ രണ്ട് ശലഭങ്ങൾ കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടെങ്കിലും നമുക്ക് അവയുടെ ശലഭത്തിൻ്റെ പുഴുക്കളുടെ ഘട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ശലഭങ്ങൾ, ഈ തുള്ളൻ ശലഭങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയുന്നത്. അപ്പം ഓരോന്നിനും അതിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്താം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ. യെസ്. ഹലോ മിസ്റ്റർ അനീഷ്, കിരൺ ആണ്. കേൾക്കാമോ? കേൾക്കാം. ഞാനിങ്ങനെ ഇത് സിറ്റി ചലഞ്ചിന്റെ ഒരു മോട്ടിവേഷൻ സെഷനും കൂടിയാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അനീഷ് സാറ് ഒരു ടോട്ടൽ 9,000 ഒബ്സർവേഷൻ, അതിൽ സർപ്രൈസിങ് ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് 50,000 ആണ് ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ പറയായിരുന്നല്ലോ ഇങ്ങനെ പഠിക്കാനായിട്ട്. ഞാനൊക്കെ സ്ലോ ലേണറാണ്. അപ്പൊ ഞാൻ ഇതുവരെ ഐഡന്റിഫിക്കേഷൻ ഒന്നും ചെയ്ത് തുടങ്ങിയില്ല. അതിനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്റെ പരിസരത്ത്, ഞാനിപ്പോ അബുദാബിയിലാണുള്ളത്, അപ്പം കുറച്ച് ശലഭങ്ങളെങ്കിലും എനിക്കിപ്പോ പെട്ടെന്ന് മനസ്സിലാവുന്ന ആ ഒരു ഇതുണ്ട്. ആ ഒരു സ്റ്റേജിലേക്ക് കടക്കണം എന്ന് തോന്നുന്നു. കഴിഞ്ഞൊരു 5 വർഷമെങ്കിലുമായിട്ട് നിങ്ങളെ അറിയാം. എനിക്ക് ഇത്രയ്ക്ക് ഡൗൺ ടു എർത്ത് ആയിട്ട് ഇതുപോലെ സപ്പോർട്ട് തരുകയും എന്തൊരു ചോദ്യം ചോദിച്ചാൽ എപ്പോഴായാലും എനിക്ക് പറഞ്ഞു തരുന്നേക്ക് ആ ഒരു
ഇത് ഐ എം വെരി താങ്ക്ഫുൾ. പിന്നെ ആ ഒരു ഈ സിറ്റിസൺ സയൻസിന്റെയും ഐനാറ്റിന്റെ ഒക്കെ ആ ഒരു പവർ മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റോറിയാണ് നമ്മുടെ ആ ഒരു കോമൺ ബാൻഡ് അവളിനെയൊക്കെ ഞാനിവിടെ കണ്ടപ്പോൾ. അത് ഐനാറ്റിലാണ് നമ്മൾ ആദ്യമായിട്ട് അത് അയ്യോ ഇവിടെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ തോന്നുന്നതും. പിന്നെ എക്സ്പെർട്സ് ഒക്കെ ഇത് പറയുമ്പോൾ എന്നോട് അന്ന് തന്നെ വൈകിട്ട് ഹനീഷ് സാർ പറഞ്ഞു, പിറ്റേ ദിവസം തന്നെ പോയിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് പ്ലാന്റ്, ഈ ഉങ്ങ് എന്ന് പറയുന്ന മരം കാണുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുത്തു വെച്ചെടുത്തുനിന്ന് പോയി എടുക്കുന്ന പോലെയാണ് അതിന്റെ ലാർവേനെ അബുദാബി സിറ്റിയിൽ പോയി എടുക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നത്. എനിക്ക് അന്വേഷിക്കുക, കാരണം ഐ വാസ് നോട്ട് എൻ എക്സ്പെർട്ട് ആൻഡ് ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇല്ല. പക്ഷെ എന്നാലും ആ ഒരു സഹായിക്കാനുള്ള ഒരു മനസ്സും ഈ നോളജ് എക്സ്ചേഞ്ചും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇങ്ങനെയുള്ള ഈ പോർട്ടലുകൾ തരുന്ന ഒരു കളക്റ്റീവ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, നമ്മളറിയാതെ തന്നെ ഇൻഫർമേഷന്റെ ഒരു എന്താ പറയാ ആ ഒരു ഡാറ്റ മാപ്പിംഗ് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഭയങ്കര അതിശയമാണ് ശരിക്കും. വളരെ താങ്ക്ഫുൾ ടു യു. പക്ഷെ ഈ ഒരു ഐഡന്റിഫിക്കേഷന് എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. 50,000 ഐഡന്റിഫിക്കേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ സംതിങ് ഗ്രേറ്റ്. ആക്ച്വലി താങ്ക് യു. സോ നമ്മുടെ പുതിയ ഐനാച്ചുറലിസ്റ്റ് എല്ലാം വളരെ എളുപ്പമാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഞാൻ കാണിക്കാൻ പറ്റും. ആക്ച്വലി നമുക്ക് ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് നമുക്ക് ഐനാച്ചുറലിസ്റ്റിനകത്ത് തന്നെ ഒരു ഐഡന്റിഫൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹലോ, നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കാണുന്ന ഐഡന്റിഫിക്കേഷൻ അല്ലേ, സെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യണം അല്ലേ, വേറെ ആളുടെ ഒരു എൻട്രിയിൽ വിട്ട്? അതല്ല മറ്റേ നമുക്ക് ചെറിയ എന്തോ നമ്മുടെ ആക്ച്വലി നമ്മൾ ഈ ഐനാച്ചുറലിസ്റ്റിൽ മുകളിൽ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ മുകളിൽ തന്നെ ഒരു ടാബിൽ ഒരു ഐഡന്റിഫൈ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. കേൾക്കല്ലോ? കേൾക്കാം. ആ ഐഡന്റിഫൈ എന്നുള്ള ടാബിൽ നമുക്ക് ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ലെപ്പിഡോപ്റ്ററ മാത്രമാണെങ്കിൽ ലെപ്പിഡോപ്റ്ററ എവിടെ ഏത് പെർട്ടിക്കുലർ റീജിയനിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കേരളത്തിൽ തൃശ്ശൂർ മാത്രം എടുക്കണമെങ്കിൽ തൃശ്ശൂർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് വളരെ കുറച്ച് എണ്ണം മാത്രമേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് ഇനി പുതിയതായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ അതിനകത്ത് ഒരുപാട് ലിസ്റ്റ് വരും. ആ ലിസ്റ്റിലും നമുക്ക് അറിയാവുന്നത് മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി. ഞാൻ ഒരു നോക്കട്ടെ, ഞാൻ കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. എൻ്റെ PPTയും ബ്രൗസറിലാണ്, അതാ പ്രശ്നം. വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാനത് പാരലായിട്ട് കാണിക്കാൻ പറ്റുന്നു. ഒരു ചോദ്യം, ബേസിക് ചോദ്യമാണ്. കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ഇപ്പൊ കാണാം. ഇപ്പൊ കാണുന്നുണ്ടോ? അല്ലല്ലോ. കാണാം. ഓക്കെ, ഞാൻ അല്ല സർ, ഒന്നും കൂടെ ഷെയർ ചെയ്യോ? ഓക്കെ ശരി. അതായത് ഈ ഐനാച്ചുറലിസ്റ്റിൽ നമുക്ക് ഇപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ? ഇപ്പൊ നമ്മുടെ ഹോം യെസ്, കാണാം.
ഓക്കെ. ഇതിലും ഹോമിൽ തന്നെ നമുക്ക് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട് ഇവിടെ മുകളിൽ. എക്സ്പ്ലോർ യുവർ ഒബ്സർവേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഐഡന്റിഫൈ എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട് ഇവിടെ മുകളിൽ. ഓക്കെ, കാണാം. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്കിപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഷീസ്, അതിനകത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്ലേസ്, ഇപ്പോൾ കേരള വേണമെങ്കിൽ നമുക്ക് കേരള ചെയ്യാം. ഓക്കെ. ഇപ്പോൾ കേരള സെർച്ച് ചെയ്ത കേരളത്തിലുള്ള ഇനി ഐഡന്റിഫൈ ചെയ്യാനുള്ള റെക്കോർഡുകളെല്ലാം വരും. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. നമുക്കിപ്പം ബട്ടർഫ്ലൈസ് മാത്രമാണെങ്കിൽ ബട്ടർഫ്ലൈസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്പീഷീസ് മാത്രം വേണമെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സ്പീഷി ഉണ്ടെങ്കിൽ അതിനെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അത് മാത്രമല്ല, ഈ ഓപ്ഷൻസ് ഇപ്പം ഈ ഒരു അമാറ്റോപസാലിസ്, അപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ പിന്നെ ആഡ് ID വേണമെങ്കിൽ നമുക്ക് ID സജസ്റ്റ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മളിപ്പം പുതിയ സജഷൻസ്, ഈ സജഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സജഷൻസ് ഉള്ള ടാബിനകത്ത് കുറെ കൂടെ പ്രോബബിൾ ആയിട്ടുള്ള കുറെ കൂടെ ഐഡന്റിഫിക്കേഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ സൈഡിൽ തന്നെ നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാണാൻ പറ്റും. ഈ പ്രദേശത്ത് കാണാൻ പറ്റുന്ന സാധനമാണ് ഇതിന്റെ ഏതൊക്കെയാണ് ഇവിടെ ഈ പ്രദേശത്തുള്ളത്. ഏകദേശം ഒരു നമ്മുടെ സജഷൻസ്, അതുകൂടാതെ അതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാണിക്കും. അപ്പം ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ അത്ര ബുദ്ധിമുട്ടില്ല. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ അമാറ്റോപസാലിസ് കേരളത്തിൽ ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. അപ്പം ഇത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഒരു ദിവസം കുറച്ച് നേരം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ബോറടിക്കുമ്പോൾ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണത്. അപ്പം ഇതിപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നമുക്ക് ഇത് വിടാം. അപ്പം നമുക്ക് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങളിപ്പോൾ അബുദാബിയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് കാണുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഇത് നേരത്തെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ളതാണ്. കൃത്യമായിട്ട് പേര് ഓർമ്മയില്ലെങ്കിലും സാവധാനം അത് രജിസ്റ്റർ ചെയ്ത് വരും. അപ്പോൾ അങ്ങനെയാണ് റിയേറ്റ് വഴിയാണ് ഇത് പഠിക്കാൻ പറ്റുള്ളൂ, പേരുകളൊക്കെ. അപ്പം അതുമല്ല കുറച്ചു കാലം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. സത്യമാണ്. കുറെ ഈ പറയാൻ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിൽ രജിസ്റ്റർ ആവുന്നത് തന്നെ. ഒരു ചെറിയ സംശയം കൂടി, സോറി ഞാൻ മറ്റുള്ളവരുടെ സമയം എടുക്കുന്ന, ഞാൻ ജസ്റ്റ് ആസ്ക് ക്വിക്ലി. ഈ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ സിറ്റി ചലഞ്ചിൽ അബുദാബി ഭാഗമാണോ? ഹൗ ഐ കൻ ജോയിൻ ടു ദാറ്റ് പ്രോജക്റ്റ്? ഞാനിപ്പോ ഈ സമയത്ത് നടത്തുന്ന ഒബ്സർവേഷൻ അതിലേക്ക് എങ്ങനെയാണ് ആഡ് ആവുക? ബേസിക് ക്വസ്റ്റ്യൻ. Actually, City Nature Challenge, you can register as a group or as a project also. I'll check and give the details. Okay. I think Salini ma'am has a doubt. Yes. Yes, madam. Please go ahead and ask the question. You can unmute. You can unmute. Sir, species difference ഉണ്ടോ? സിറ്റിയിലാണെങ്കിലും വില്ലേജിലാണെങ്കിലും? ഇല്ല, നമുക്ക് ബട്ടർഫ്ലൈസ് സ്പീഷീസ് ഡിഫറൻസ് ഇല്ല. പക്ഷെ ചില റീജിയൻസിൽ നമുക്ക് സബ് സ്പീഷീസുകളുണ്ട്. സിറ്റി നമുക്ക്
മീൻ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെറിയൊരു റീജിയൻ ആണ്. ഇപ്പം നമുക്ക് ഇടയ്ക്ക് നമുക്ക് വെസ്റ്റേൺ ഗട്ട്സിലും പിന്നെ ഈസ്റ്റേൺ ഗട്ട്സിലൊക്കെ ചില സ്പീഷീസുകളിൽ നമുക്ക് സബ് സ്പീഷീസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് സെയിം സ്പീഷീസ് ആണുള്ളത്. അങ്ങനെ സ്പീഷീസ് ഡിഫറൻസ് ഒക്കെ കുറവാണ് നമുക്ക്. പക്ഷെ റീജിയൻ വൈസ് പറയൂ സാർ. അല്ല അപ്പൊ സാർ ഇതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഡിഫറൻസ് ആവില്ലേ? സിറ്റിയിലും വില്ലേജിലും ഒരേപോലെ ആവില്ലല്ലോ. അപ്പൊ ഫ്ലവേഴ്സ് ആണെങ്കിലും അതിന്റെ ബാക്കിയുള്ളത് അതിന്റെ പ്യൂപ്പ അതൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് നമ്മുടെ ചലഞ്ച്. ഇപ്പൊ നമുക്ക് ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിൽ മാത്രം മുട്ടയിടുന്ന ശലഭങ്ങളെ നമുക്ക് സിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ ചെടികൾ അവിടെ വേണം. അപ്പം ആ ഇല്ലെങ്കിൽ നമുക്ക് ആ സ്പീഷീസിനെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും. അതിനും കൂടിയാണ് നമ്മൾ ഈ സിറ്റി നേച്ചർ ചലഞ്ച് നടത്തുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും സിറ്റിയിൽ ചില സ്പീഷീസിനെ കണ്ടില്ല എന്നും വരാം അല്ലെ? ആ ഒരു ചെടികൾ ഇല്ലെങ്കിൽ പ്ലാന്റ്സ് ഇല്ലെങ്കിൽ കുറെ ഉണ്ടാകാതിരിക്കാം. കാരണം കൂടുതൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ, ഒരു പാച്ചുകൾ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അത്രയും ദൂരത്തേക്ക് ഇത് പോകണമെന്നില്ല. ഇപ്പൊ ഇപ്പം വലിയ സിറ്റികളൊക്കെ കുറെ കിലോമീറ്ററുകൾ അപ്പുറത്താണ്. അപ്പം ഇത്രയും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ശരി, താങ്ക് യു സാർ. അതുപോലെ നേരത്തെ കിരൺ പറഞ്ഞത്, കിരണിന് മറ്റേ UAE ഒരു ഇന്ത്യയിൽ കാണുന്ന ഒരു ശലഭത്തിനെ കിട്ടി. അപ്പോൾ ആ ശലഭത്തിന് അവിടെ എത്താനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ തണൽ മരങ്ങളൊക്കെ, ഈ ഉങ്ങുണ്ട്, പൊങ്ങാമിയ, ആ മരങ്ങളൊക്കെ വഴി ആയിരിക്കണം അവിടെ എത്തിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള റൂട്ടുകളും ഉണ്ട് എന്നറിയാം. സാർ പല ശലഭങ്ങൾക്ക് മൈഗ്രേഷൻ ഉണ്ടല്ലോ, ബട്ടർഫ്ലൈസിന് മൈഗ്രേഷൻ നമുക്ക് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ പിന്നെ അധികം സ്പീഷീസുകളൊന്നുമില്ല. കുറച്ച് സ്പീഷീസ് ആണ് നമ്മൾ കാര്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ടൈഗേഴ്സ്, ക്രോസ് ആണ് നമ്മൾ വളരെ സാധാരണയായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഈസ്റ്റേൺ ഗട്ട്സ് വരെ അവിടുന്ന് പിന്നെ തിരിച്ചുമാണ് മൈഗ്രേഷൻ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ മൺസൂൺ സ്ട്രോങ് ആവുന്നതിന് മുന്നേ അവർ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് മൂവ് ചെയ്യും. അതായത് കൂടുതൽ സ്ട്രോങ് റെയിൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെസ്റ്റേൺ ഗട്ട്സ് മൂവ് ഈസ്റ്റേൺ ഗട്ട്സിൽ വരെ എത്തുന്നുണ്ട്. അതിന് മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മഴയ്ക്ക് മുന്നേയായിട്ട് തിരിച്ചിവിടെ എത്തും. ഇപ്പൊ ഈ ശാലിനി മാഡം ചോദിച്ച ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, സിറ്റിയില് ഉള്ള ശലഭങ്ങൾ വേറെ സ്ഥലത്ത് ഉണ്ടാവുന്നു. ഇപ്പൊ ഈ കോമൺ ഡൗളിന്റെ കേസിൽ ഈ ഉങ്ങ് എന്ന് പറയുന്ന മരത്തിന് ലാൻഡ്സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് സിറ്റിയിൽ വന്നിരിക്കുകയാണ്. അപ്പോ ഈ UAEയുടെ ഒരു എക്കോളജി എടുത്ത് നോക്കിയാൽ ഉങ്ങ് വൈൽഡിൽ ഉണ്ടാവില്ല. ഇവിടെ ഈ സിറ്റി ഗാർഡൻ ബെൽറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ പോപ്പുലേഷൻ ഓഫ് ദി സ്പെസിഫിക് ബട്ടർഫ്ലൈ ശരിക്കും സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയും സംഭവിക്കാം. നമ്മളിപ്പോ ചില ഇനം പ്രത്യേക ഡെക്കറേറ്റീവ് പ്ലാന്റ്സിൽ മാത്രം വളരുന്ന ശലഭങ്ങളാണെങ്കിൽ അതൊരു ഐസൊലേറ്റഡ് ഇതാവുകയാണെങ്കിൽ ആ ഒരു സിറ്റിയിൽ മാത്രം ആ രീതിയിൽ ചിലപ്പോ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ ഹനീഷ് സർ? യെസ്. അതേപോലെ നമ്മളിപ്പം വേറൊരു ഇതും കൂടെ പറയുന്നത്, നമ്മളിപ്പോ സിറ്റികളിലൊക്കെ സാധാരണയായിട്ട് ഇപ്പം വെക്കുന്ന പ്ലാന്റ്സ് ഒക്കെ കുറച്ചുകൂടി എക്സോട്ടിക് പ്ലാന്റ്സ് ആണ്. ഇപ്പൊ തണലിലാണെങ്കിലും പിന്നെ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ. അപ്പം നമുക്ക് കുറെ കൂടി നാറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൈവേഴ്സിറ്റി ഒക്കെ കൂടാൻ സഹായിക്കും. അപ്പം ഇങ്ങനെയുള്ള ഇൻസൈറ്റുകളൊക്കെ നമ്മൾ സാധാരണ എത്തും. ഇപ്പൊ കൂടുതൽ ഡാറ്റ വരികയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നറിയാം. ഇത് മാത്രമല്ല, നമ്മുടെ സദേൺ ശ്രീലങ്കയിൽ ഇതുപോലെ ഒരു സ്പീഷീസ് ഓറഞ്ച് മിഗ്രന്റ് എന്ന് പറഞ്ഞൊരു ബട്ടർഫ്ലൈ ഇതുപോലെ അതവിടെ ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതുപോലെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് പ്ലാന്റുകൾ വന്നിട്ട് അവിടെ വളരാൻ തുടങ്ങിയതാണ്. അപ്പം ചിലപ്പം അവിടെ സസ്റ്റെയിൻ ചെയ്തേക്കാം. വേറെ സർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ, ഞാൻ മഞ്ജുഷ, തൃശ്ശൂരിൽ നിന്നാണ്, ടീച്ചറാണ്. സർ, നമ്മൾ എവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് ബിസ്റ്റൺ പെറ്റുലേറിയയുടെ ഇൻഡസ്ട്രിയൽ മെലനിസം വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു എവല്യൂഷണറി ചേഞ്ച് മോത്തില് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ചെറിയ ലൈഫ് സൈക്കിൾ ഉള്ളവരാണ്.
അപ്പൊ ഈ urbanization കാരണോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ചേഞ്ചസ് കാരണോ ഏതെങ്കിലും ഇപ്പൊ അവർക്ക് പോളിമോർഫിസം ഒക്കെ ഉണ്ട്, അപ്പം ഏതെങ്കിലും ഒരു പോളിമോർഫ് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് എവോൾവ് ചെയ്ത പോലെ ബിസ്റ്റൺ പെറ്റുലേറിയയുടെ എക്സാമ്പിൾ പറയണ പോലെ ബട്ടർഫ്ലൈസിൽ അങ്ങനെയുള്ള എക്സാമ്പിളുകൾ പറയാനുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? അങ്ങനെ മീൻസ് ഒരു കംപ്ലീറ്റ് എവല്യൂഷനുള്ള ടൈം ഒന്നും ആയിട്ടില്ല എന്ന് പറയും നമ്മൾ ബട്ടർഫ്ലൈസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പിന്നെ സോഫാർ അങ്ങനെ ചേഞ്ചസ് അധികം ഒരു സ്പീഷീസ് ചേഞ്ചസുകളൊന്നുമില്ല. പക്ഷെ മൈനർ വേരിയേഷൻസ്, സൈസ് വേരിയേഷൻസ് അല്ലെങ്കിൽ കളർ വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ അഡാപ്റ്റേഷൻസ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് റെക്കോർഡുകളൊക്കെ ഉണ്ട്. ഒരു കംപ്ലീറ്റ് ആയിട്ട് ജനറ്റിക്കൽ ചേഞ്ചസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒന്നും വന്നില്ല. പക്ഷെ ഈ കളർ ഇപ്പം സിറ്റി ലാൻഡ്സ്കേപ്പിലൊക്കെ ജീവിക്കണമെങ്കിൽ കുറച്ചും കൂടി ലെസ് ബ്രൈറ്റ് ആയിട്ടിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള അഡാപ്റ്റേഷൻസ് ഒക്കെ പെട്ടെന്ന് വരും. ഈ കളർ ചേഞ്ചസ് ഒക്കെ അല്ലെങ്കിൽ സൈസ് വേരിയേഷൻസ് ചിലപ്പം വലുതാണെങ്കിൽ പ്രൊഡക്റ്റേഴ്സ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചെറുതാവുന്ന, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ കുറച്ചുകൂടി സൈസ് കൂടുന്ന അങ്ങനെയുള്ള അഡാപ്റ്റേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ജനറ്റിക്കൽ ലെവലിൽ മേജർ ചേഞ്ചസ് സോഫാർ അധികം കേട്ടിട്ടില്ല. ഓക്കെ സർ, താങ്ക് യു. Sir, Munish Gowda, he asked a question in chat box. I lost the question. Anushrita, can you just read that out? I can. Yeah. Is there a source where I can read on family characteristics? I think somebody had shared, Austin had shared iFoundButterflies.org web page. Yeah. So naturalist also you can search by group, family, you can search. So there are many sources now. It is easier to find sources, and you have a lot of AI tools are there, so you can easily. So you have to ask questions. That's all. So there are plenty of sources are there. The iFoundButterflies is an easy way, so you can see the early stages also. Yes. I think Lakshmi has raised her hand. Please unmute and ask a question. Yeah. Hello, Hanish sir, Lakshmi ആണ് കൊച്ചി. സർ, ഞാൻ ലാസ്റ്റ് ടൈം CNCയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇതൊരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു അൺവാണ്ടഡ് കോമ്പറ്റീഷൻ പോലെയുള്ളൊരു ഇത് കാണാറുണ്ട് പൊതുവെ. അപ്പോൾ ഒരേ ഒബ്സർവേഷൻ്റെ ഒരു 10 ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോൾ അതിനെ ആ 10 ഫോട്ടോസും 10 ഒബ്സർവേഷൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രവണത അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു സജഷനിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു എറ്റിക്വറ്റ്സ് ഇതിനകത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സോ നമ്മൾ ജനറൽ റൂൾ എന്ന് പറഞ്ഞാൽ 1 ഒബ്സർവേഷൻ ആസ് 1 പോസ്റ്റ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒബ്സർവേഷനെ നമ്മൾ ഇത് ഒബ്സർവേഷൻ എന്നാണ് പറയുന്നത് നമ്മൾ ഓരോന്നും. അപ്പം ഒരു പെർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വലിനെ കണ്ടു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു ഒബ്സർവേഷൻ ആയിട്ടാണ് സാറിന് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ സെയിം ആണെന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ ഇതൊരു ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും റേസ് വരുത്തുകയാണെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എററാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പറയാം. അത്രേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ജനറലി ആളുകൾ ഇപ്പം തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ഗ്രാജുവലി ഇതൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം അതൊക്കെ ഇനീഷ്യലി ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു അൺഹെൽത്തി ചലഞ്ചൊക്കെ ആയിട്ട് വരുന്ന, അല്ലെ ഒരു ട്രെൻഡൊക്കെ ആയിട്ട് വരുന്ന വളരെ കുറച്ച് ഒരു ചെറിയൊരു പീരീഡിൽ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ളവർ കുറച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പം കുറെ കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പരസ്പരം ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ക്ലബ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഒരുമിച്ച് ക്ലബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒരെണ്ണം വെച്ച് ബാക്കിയുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വലിയ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. പിന്നെ ഇത്
ഇതിൽ വരുന്ന മെമ്പേഴ്സ് പലരും ഇത് ചിലർ എക്സ്പെരിമെന്റിന് ചെയ്യുന്നുണ്ടാവും, ചിലർ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം പലതരം ആളുകളുണ്ടാവും. അപ്പം നമുക്ക് ഒരു ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ പരസ്പരം ഹാൻഡ് ഹോൾഡ് ചെയ്യുക, പരസ്പരം കറക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അത്ര കൂടുതൽ ബാഡ് ഡാറ്റകളൊക്കെ വളരെ കുറവാണ്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറേ ലക്ഷങ്ങൾ ഡാറ്റ വരുന്നതിൽ വളരെ ചെറിയ നമ്പറുകളൊക്കെ ഇത്രയും പ്രശ്നങ്ങളുള്ളത് വരാറുള്ളൂ. അപ്പം വളരെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഇപ്പം ചിലപ്പം നെറ്റ് നിരത്തിലുള്ള പടങ്ങൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒബ്സർവേഷൻസ്, അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ഫ്ലാഗ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്കവാറും ആളുകൾ കറക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നുന്നു പറയാം. ഇല്ല, ലാസ്റ്റ് ടൈം ഇത് ഒന്ന് ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ ആയിട്ട് ഒരേ ഒബ്സർവേഷനെ അപ്ലോഡ് ചെയ്യുന്നതും, പിന്നെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിന്റെ ഫോൺ പിക്ചർ ആക്കിയിട്ട് അങ്ങനെ വരുമ്പോൾ ലൊക്കേഷന്റെ എറർ വരുന്നതും അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ മേ ബി ദിസ് ടൈം അതിനൊരു പെർട്ടിക്കുലർ ഒരു റൂൾ സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും തോന്നുന്നു. അല്ല, ഇതിന്റെ കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ചലഞ്ച് അല്ലെങ്കിൽ കൂടുതൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ എന്തെങ്കിലും കൊടുക്കുന്നത്. അതെ അതെ അതെ. ഞാൻ ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ട് സാധാരണഗതി ഹാൻഡിൽ ചെയ്യാറുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഫ്ലാഗ് ചെയ്യാറുണ്ട് പറയാം. അല്ല, ഇതൊരു ആക്ച്വലി ഒരു ഒക്കേഷൻ കിട്ടുകയാണ് നമുക്ക് അതിനായിട്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് രാവിലെ ഒന്ന് ഒരു മോർണിംഗ് നേച്ചർ വാക്ക് നടത്താനും എല്ലാത്തിനും ഇതൊരു ഭയങ്കരമായ ഒരു മോട്ടിവേഷൻ ആണ്. ആക്ച്വലി നമ്മൾ പറഞ്ഞില്ലേ, ഒരു 3-4 ദിവസത്തെ ചലഞ്ച് കൊടുക്കുന്നത് പിന്നെ ഒരു കണ്ടിന്യൂസ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റാനാണ്. അതെ അതെ. എസ്പെഷ്യലി ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. എനിവേസ് ഇത്തവണ ലാസ്റ്റ് ടൈമിനേക്കാളും കൂടുതൽ ഒബ്സർവേഷൻസ് വരുന്നതാണ് എൻ്റെയും ഒരു എക്സ്പെക്ടേഷൻ. ലെറ്റ്സ് സീ. നമ്മളിപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും ഈ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്ന, പിന്നെ കുറെ ടെക്നോളജി ഹെൽപ്പ് ഉണ്ട്, നമ്മുടെ ആപ്പുകൾ കുറെ കൂടി റിലയബിൾ ആയി, പിന്നെ ഐഡന്റിഫിക്കേഷൻ കുറെ കൂടി റിലയബിൾ ആയി, പിന്നെ അപ്പം അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബാഡ് ഡേറ്റകളൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള ചേഞ്ചസും കൂടി വരുമായിരിക്കും. അപ്പം ഓക്കെ, താങ്ക് യു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വളരെ കുറച്ച് നമ്പറുകളായിരിക്കും, 100-200 നമ്മൾ ഒരാളെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു കൺട്രി മൊത്തം വരുമ്പോഴേക്കും നമുക്ക് മില്യൺസ് ഓഫ് ഡാറ്റ വരുന്നത്. അപ്പം അതാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ സയൻസിന്റെ പവർ അതാണെന്ന്. ഒരുപാട് ആളുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. Yes, sir. So it's almost 8:32 now. ആർക്കെങ്കിലും ഒരു ഡൗട്ട് കാര്യം ഉണ്ടോ? കൂടെ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ സാർ. പിന്നെ ഞാൻ ഇപ്പൊ തൃശ്ശൂര് താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ്, ഒരു വില്ല പ്ലോട്ടിലാണ്. അപ്പൊ നല്ലപോലെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ധാരാളം ബട്ടർഫ്ലൈസിനെ കാണാറുണ്ട്. ഇതിപ്പോ ഒരു 10-15 വർഷമായിട്ട് മുമ്പാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ ഇവിടെ കുറച്ച് പാടവും ചതുപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരു 10-20 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാല് ഈ അർബനൈസേഷൻ കാരണം ഈ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയിൽ എന്തെങ്കിലും ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ടോ? മേ ബി ഏതെങ്കിലും കുറെ അധികം സ്പീഷീസ് ഇല്ലാതെ വേറെ കുറെ പുതിയ സ്പീഷീസ് വന്നതുപോലെയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് ഉണ്ടോ? ആക്ച്വലി നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡാറ്റ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വി മേ ഗെറ്റ് സം ഇൻസൈറ്റ്. അത് ചിലപ്പം വളരെ ചെറിയ ഏരിയ ആണെങ്കിൽ വി മേ നോട്ട് ബി കംപ്ലീറ്റ്ലി റിലയബിൾ, പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐഡിയാസ് കിട്ടും. നമുക്ക് ആക്ച്വലി നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൃത്യമായിട്ടുള്ള കുറച്ചും കൂടിയൊക്കെ ഇൻസൈറ്റുകൾ കിട്ടും. നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോ സ്റ്റഡി ലൊക്കേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണെങ്കിൽ പോലും ഒരു ലോങ് ടൈം ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലോങ് ടേം ഡേറ്റ അവൈലബിൾ ആണോ നമുക്ക് എവിടെയെങ്കിലും? ഇപ്പൊ ഒരു 20 വർഷം മുന്നേ ഉള്ള ഈ ഒരു ഏരിയയിലെ ബട്ടർഫ്ലൈ സ്പീഷീസ് അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ?
ഇത്രയും അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഒരു 20 വർഷം മുന്നേയൊക്കെ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഒക്കെ വന്നപ്പോഴാണ് ഇത് കുറെ കൂടെ ജനകീയമായത് ഈ ഹോബികളൊക്കെ. അപ്പം നമുക്ക് കൃത്യമായിട്ട് ഈ ചെറിയ സ്ഥലങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഈ മൊബൈൽ ഫോൺ ക്യാമറകളൊക്കെ കുറെ കൂടെ ഇത് ഇത്രയും വൈഡായിട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് ഇത് ഇത്രയും അഫോർഡബിൾ ആയതെന്ന് പറയാം. നേരത്തെ ഡിജിറ്റൽ ക്യാമറകളൊക്കെ കുറച്ചുകൂടെയൊക്കെ കോസ്റ്റ്ലി ആയിരുന്നു, ഇത്രയും അഫോർഡബിൾ ആയിരുന്നില്ല. അപ്പം നമുക്ക് ഈ ഫോട്ടോഗ്രാഫിക് റെക്കോർഡ്സ് ഒക്കെ കുറവാണ് ഒരു 10-20 വർഷത്തിന് മുന്നേ ഒക്കെ ഉള്ളത്. അപ്പൊ അതുവരെ അതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയൊക്കെ കുറവാണ്. നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് കുറച്ച് മുന്നേ ഉള്ളതൊക്കെ ബ്രിട്ടീഷേഴ്സിന്റെ ഡാറ്റയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇപ്പൊ ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ പബ്ലിക്കലി അവൈലബിൾ ഡാറ്റയൊക്കെ കുറവാണ്. ഇതിനോടനുബന്ധമായിട്ട് താങ്ക് യു. ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളിപ്പോ അതിനകത്തൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 5 വർഷത്തിലൊക്കെ ഇപ്പൊ ഈ യൂസേഴ്സിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുതലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരു 10 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ because of the number of users increase, the population will show increase, right? അപ്പൊ അതെങ്ങനെയാ നമ്മളിപ്പോ അത് ഹാൻഡിൽ ചെയ്യുക? അത് റിയൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണോ അതല്ലെങ്കിൽ യൂസേഴ്സ് കൂടിയിട്ടാണോ എന്നുള്ള ഒരു ഇഷ്യൂ വരില്ലേ ഇൻ എ ഡെക്കേഡ്? അത് നമ്പറുകൾ ഒക്കെ അതുണ്ട്. പക്ഷെ നമുക്ക് കുറെ ട്രെൻഡുകളൊക്കെ കുറെ കൂടി റിലയബിൾ ആയിട്ട് കിട്ടും. ഇപ്പം നമുക്ക് കുറെ നമ്പർ ഓഫ് ഒബ്സർവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡാറ്റകളല്ലേ. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു കോറിലേഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ബയസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളിപ്പം ഇപ്പം കേരളം പോലത്തെ സ്ഥലത്ത് നമുക്ക് കൂടുതൽ ഒബ്സർവേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഒരു MP അല്ലെങ്കിൽ ഒറീസയിലൊക്കെ നമുക്ക് ഒബ്സർവേഴ്സ് കുറവാണ്. അതേപോലെ നമുക്ക് ഒരു ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞ ഏരിയകളിലും ആക്ച്വലി ഒബ്സർവേഷൻസ് കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരു ബയസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പം നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരിക്കും. Okay, sir. കഴിഞ്ഞോ? Any more doubts? Chat-ൽ വേറെ ഇല്ല questions. So I've given a link, QR code കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ. So please register in that, and then you can join the program from 25th to 28th. അപ്പൊ അതിന് മുന്നേതായിട്ട് തന്നെ whenever you can observe a thing and put it on the iNaturalist, that is welcome. So I'll stop sharing now. Right. So that was a very nice session, very interesting. ഞാനും കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെയാണ് ആദ്യം ഞാൻ നോക്കി തുടങ്ങുന്നത്. ബേർഡ്സ് കഴിഞ്ഞിട്ട് സർവേ ഒക്കെ ചെയ്യാൻ തുടങ്ങി. So it's a very interesting little creature to observe and to connect with nature. So I really hope that CNC there'll be a lot of observations about butterflies. So thank you, Hanish sir, so very much for your talk today. And I hope everybody enjoyed. The recording will be soon sent in the various groups. So if you're connecting with other people, please do share it. And looking forward to the next talk on fishes soon on 21st. So thank you, everybody. Thank you, Hanish sir, and thank you, everybody else on behalf of CNC organizing group in Kerala and also WWF Kerala State Office. I thank you very much, and everybody who joined. Have a nice weekend and happy Easter also. Thank you. Thank you. All right. Good night.